ആവറേജ് ഡ്യൂ ഡേറ്റ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആവറേജ് ഡ്യൂ ഡേറ്റ്. ആവറേജ് ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരാളിൽ നിന്ന് എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ അതിന്റെ ലോജിക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരാളിൽ നിന്ന് പർച്ചേസ് ചെയ്തു. അയാളിൽ നിന്ന് ഒരു വട്ടമല്ല പർച്ചേസ് ചെയ്യുന്നത്, പല ഡേറ്റിനാണ് പർച്ചേസ് ചെയ്യുന്നത്. എന്നിട്ട് പല ഡേറ്റിന് ഞാൻ അയാളിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് പല ഡേറ്റിന് അയാളിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് ഓരോ പർച്ചേസ് ചെയ്യുന്ന ഡേറ്റിന് തുല്യമായിട്ട് എന്തുണ്ടാവും, ഡ്യൂ ഡേറ്റ് ഉണ്ടാവും പേയ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട്. അതായത് ക്യാഷ് പേയ്മെന്റ് നടത്തുന്നില്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് ഉണ്ടാവും പേയ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട്. അയാളിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തു, ഞാൻ അയാൾക്ക് കൊടുക്കേണ്ട പേയ്മെന്റിന് പെർട്ടിക്കുലർ ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റിന് ശേഷം ഞാൻ അയാൾക്ക് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിന്റെ കൺസെപ്റ്റ് വരും. ഞാൻ അയാൾക്ക് പേ ചെയ്യുമ്പോൾ എന്ത് വരും, ഇൻട്രസ്റ്റിന്റെ കൺസെപ്റ്റ്. ഇങ്ങനെ ഇൻട്രസ്റ്റിന്റെ കൺസെപ്റ്റ് വരുന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല, ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യും, അയാൾക്ക് എന്ത് ചെയ്യും, ഈ കുറെ പ്രാവശ്യം പർച്ചേസ് ചെയ്തതിന്റെ എമൗണ്ട് ഒറ്റ ടൈമിലേക്ക് പേയ്മെന്റ് നടത്താം. ചിലപ്പോൾ ഒറ്റ ടൈം പേ ചെയ്യും, ഒറ്റ ടൈം സിംഗിൾ ഇൻസ്റ്റാൾമെന്റ് അല്ലെങ്കിൽ സിംഗിൾ പേയ്മെന്റ്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അയാൾ എനിക്ക് എന്ത് തരും, ചിലപ്പം ഡിസ്കൗണ്ട് തരും. റിബേറ്റ് എന്ന് പറയും. ഡിസ്കൗണ്ട് ഓർ റിബേറ്റ്. ഓക്കെ അല്ലേ? ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് ഞാൻ ലേറ്റ് ആയിട്ട് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റും വരും, ഞാൻ നേരത്തെ പേ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് റിബേറ്റും വരും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ഒരു ഡേറ്റ് കണ്ടുപിടിക്കണം. ആ ഡേറ്റിന് നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ലോസ് ഇല്ല, അയാൾക്കും ലോസ് ഇല്ല. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ അയാൾക്ക് കൊടുക്കാനുള്ളത് 10,000 ഫോർ എക്സാമ്പിൾ, ബൾക്കായിട്ട് സെവറൽ ട്രാൻസാക്ഷൻ ആയിട്ട് അയാൾക്ക് ഞാൻ കൊടുക്കാനുള്ളത് 10,000. ഞാൻ ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ് ആ 10,000 പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ അയാൾക്ക് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ലാഭവുമില്ല, അയാൾക്ക് നഷ്ടവുമില്ല. അയാൾക്ക് ലാഭവുമില്ല. സർ എന്താ മീൻ ചെയ്യുന്നത്? ഞാൻ ഇൻട്രസ്റ്റും പേ ചെയ്യണ്ട, എനിക്ക് ഡിസ്കൗണ്ടും കിട്ടൂല. അയാൾക്ക് ഇൻട്രസ്റ്റും കിട്ടൂല, അയാൾക്ക് റിബേറ്റ് കൊടുക്കുകയും വേണ്ട. പറയുന്ന മനസ്സിലാകുന്നില്ല? ഈ ഒരു ഡേറ്റിന് പറയുന്ന പേരാണ് ആവറേജ് ഡ്യൂ ഡേറ്റ്. മക്കളെ പറയുന്ന മനസ്സിലാകുന്നില്ല? പറയും വെയിറ്റ്. ആവറേജ് ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഒരാളെ ഇന്ന് സെവറൽ ഫോർ എക്സാമ്പിൾ മാത്രം പറയുന്നതാണ്. ഡിഫറെന്റ് സിനാരിയോ വരും. ആ സിനാരിയോ അല്ല നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ ഒരാളെ ഇന്ന് പർച്ചേസ് ചെയ്തു, അത് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അത് ക്രെഡിറ്റ് പർച്ചേസ് ചെയ്ത് ഒരു വട്ടമല്ല, പല തവണയായിട്ടാണ്. ഞാൻ എന്താ അയാൾക്ക് പല ഡേറ്റിൽ ഞാൻ അയാൾക്ക് പേയ്മെന്റ് നടത്താനുണ്ട്. എന്നിട്ട് ഞാൻ പറയുന്നത് ഞാൻ ഡ്യൂ ഡേറ്റിന് പേ ചെയ്താൽ ഞാൻ അയാൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഡ്യൂ ഡേറ്റിന് ഞാൻ പേ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ഞാൻ ഡ്യൂ ഡേറ്റിന് മുന്നേ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ എനിക്ക് ഡിസ്കൗണ്ട് തരണം. ഞാൻ പറയുന്നത് വെച്ചാൽ, ഇവിടെ എന്താ പറയുന്നത് വെച്ചാല്, നിങ്ങളൊരു ഡേറ്റ് കണ്ടുപിടിക്കണം. ആ ഡേറ്റിന് നിങ്ങൾ പേ ചെയ്യുന്നുണ്ടെങ്കിൽ, എനിക്ക് ലാഭമില്ല, നഷ്ടമില്ല. അതേപോലെ അയാൾക്കും ലാഭമില്ല, നഷ്ടമില്ല. എനിക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട, എനിക്ക് റിബേറ്റ് കിട്ടൂല. അയാൾക്ക് ഇൻട്രസ്റ്റ് കിട്ടൂല, അയാൾക്ക് റിബേറ്റ് കൊടുക്കുകയും വേണ്ട. പറയുന്ന മനസ്സിലാകുക? ഈ ഡേറ്റിനെ നമ്മൾ ആവറേജ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. തിയററ്റിക്കലി ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റൂല. നമ്മൾ പ്രോബ്ലം ചെയ്തിട്ട് ഇതാക്കണം, പ്രൂവ് ചെയ്യണം. ഇപ്പോ അക്കൗണ്ട് കറണ്ടില് ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേഷൻ ഞാൻ ഒരു വട്ടം പ്രൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. ആ പ്രൂവ് ചെയ്ത് തന്നതാണ് നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയത്. കാരണം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡ്യൂ ഡേറ്റ് മുതൽ അക്കൗണ്ട് കറണ്ട് പ്രിപ്പറേഷൻ ഡേറ്റ് വരെ. സാധാരണ നിങ്ങൾ എന്താ ചെയ്യല്? നിങ്ങൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യല് പ്രിപ്പറേഷൻ ഡേറ്റ് മുതൽ, ഡ്യൂ ഡേറ്റ് മുതൽ സെറ്റിൽമെന്റ് ഡേറ്റ് വരെ. ഡിഫറെന്റ് ആണ്. മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ട് എല്ലാവരും? ഫസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ആവറേജ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. തിയറീസ് അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ വാട്സപ്പിൽ
ഇമേജ് ആയിട്ട് എന്റെ നോട്ട്സ് അയച്ചാണ്. ഓക്കെ, ഇതും സെയിം സംഭവങ്ങളാണ് മക്കളെ. അതായത് നമ്മൾ അക്കൗണ്ട് കറണ്ട് ഒക്കെ പഠിക്കുന്ന പോലെ ചില കാര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. നോട്ട്സ് എന്ന് പറയും അതിന്. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം, വെയിറ്റ് ചെയ്യും. ആവറേജ് ഡ്യൂ ഡേറ്റ് ഫോർമുല എന്ന് പറയുന്നത്, ഓക്കെ, ആവറേജ് ഡ്യൂ ഡേറ്റ് ഫോർമുല എന്ന് പറയുന്നത് മക്കൾ ഇതാണ്. ആവറേജ് ഡ്യൂ ഡേറ്റ് ഈസ് ഈക്വൽ ടു ബേസ് ഡേറ്റ് പ്ലസ് ഓർ മൈനസ് ടോട്ടൽ ഓഫ് ദി പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഓഫ് ദി അമൗണ്ട്സ്. ടോട്ടൽ ഓഫ് ദി പ്രോഡക്ട്സ് ഡിവൈഡ് ബൈ ടോട്ടൽ ഓഫ് ദി അമൗണ്ട്സ്. മക്കളെ ഞാൻ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ ആവറേജ് ഡ്യൂ ഡേറ്റ് കണ്ടുപിടിക്കുക. വെയിറ്റ് ചെയ്യും. കണ്ടുപിടിക്കുന്നതിന് മുന്നേ അതിന്റെ ഫോർമുല എന്താണെന്ന് വെച്ചാൽ, ആവറേജ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ബേസ് ഡേറ്റ് പ്ലസ് total of the product plus or minus total of the products divided by total of the amounts. Total of product എന്ന് പറഞ്ഞാൽ എന്താണ്? Total of product എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, number of days outstanding into amount. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് നിങ്ങൾ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചില്ലേ, അതന്നെയാ സംഭവം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് നിങ്ങൾ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചില്ലേ, അതന്നെയാ സംഭവം. അതേപോലെ സർ എന്താണ് ബേസ് ഡേറ്റ്? ബേസ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്നതാണ്. ബേസ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്നതാണ്. ശ്രദ്ധിച്ചോ, ജനറലി ഫസ്റ്റ് ഡ്യൂ ഡേറ്റില് ഏതാണോ ഫസ്റ്റ് ഡേറ്റ്, അതായത് കുറെ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അതിൽ ഫസ്റ്റത്തെ ഡ്യൂ ഡേറ്റ് ഏതാണോ അത് എടുക്കലായിരിക്കും ബെറ്റർ. അതെടുക്കണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് ഡേറ്റ് ഉണ്ട്. ബേസ് ഡേറ്റ് എന്ന് പറയുന്നത് ഡ്യൂ ഡേറ്റിന്റെ ഉള്ളിൽ, ഓക്കെ, ഡ്യൂ ഡേറ്റ് പല ഡ്യൂ ഡേറ്റ്സും നിങ്ങൾക്ക് തരും മക്കളെ, പല ഡ്യൂ ഡേറ്റും നിങ്ങൾക്ക് തരും. ആ ഡ്യൂ ഡേറ്റിൽ നിങ്ങൾക്ക് ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ബേസ് ഡേറ്റ് ആയിട്ട് ഏത് ഡേറ്റ് വേണമെങ്കിലും എടുക്കാം. പറയുന്ന മനസ്സിലാവുന്നുണ്ടാ? അതായത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ബേസ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സെവറൽ ഡ്യൂ ഡേറ്റ്സ് തന്നിട്ടുണ്ടാവും, പല ട്രാൻസാക്ഷന്റെ ഡ്യൂ ഡേറ്റ്. ആ ഡ്യൂ ഡേറ്റിൽ ഏത് ട്രാൻസാക്ഷൻ വേണമെങ്കിലും എടുക്കാം, ഏത് ഡേറ്റ് വേണമെങ്കിലും. ഓക്കെ ആണ് എല്ലാവരും? പക്കാ കാൽക്കുലേഷൻ ചാപ്റ്റർ ഒന്നുമില്ല, ലെഡ്ജർ അക്കൗണ്ടോ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. പക്ക കാൽക്കുലേഷൻ ചാപ്റ്റർ. ഓക്കെ, ആവറേജ് ഡ്യൂ ഡേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ പറ? ബേസ് ഡേറ്റ് പ്ലസ് ഓർ മൈനസ് ടോട്ടൽ ഓഫ് ദി പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഓഫ് ദി അമൗണ്ട്. ഓക്കെ, ഈസി ആവണം. ഇങ്ങനെ എടുക്കുന്ന പാടാ. ഞാനിപ്പോ 8 മണി 8:15 ആകുമ്പോൾ തീർക്കണമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. കുറെ ക്വസ്റ്റ്യൻ ഹോംവർക്ക് തരും, അങ്ങനെയെങ്കിൽ ആ ടൈം തീർക്കാൻ പറ്റും. ഓക്കെ, ഹലോ, ബേസ് ഡേറ്റ് plus or minus total of the product divided by total of the amounts. Okay, എന്താണ് ബേസ് ഡേറ്റ് എന്ന് പറഞ്ഞു, എന്താണ് ടോട്ടൽ ഓഫ് ദി പ്രോഡക്റ്റ് പറഞ്ഞു, എന്താണ് ടോട്ടൽ ഓഫ് ദി അമൗണ്ട്സ് പറഞ്ഞു. മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? IPL കാണാൻ ടൈം ആയിരുന്നല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം വെറുതെ കുറെ കാര്യങ്ങൾ എടുത്തിട്ട് പോകണ്ട, അത് വിചാരിച്ചില്ല. ഓക്കെ, വേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടു. ബാക്കിയൊക്കെ ഹോംവർക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ. വേണമെങ്കിൽ 9 മണി 10 മണി വരെ എടുക്കുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞു ലാസ്റ്റ് 9 മണിയാവും. ഓക്കെ അല്ലേ എല്ലാവരും? എന്താ മോനെ വോയിസ് ക്ലിയർ അല്ല? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് മക്കളെ, ഈ ആവറേജ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 4 സിറ്റുവേഷൻ. ഓക്കെ, 4 സിറ്റുവേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഈ 4 സിറ്റുവേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ 4 സിറ്റുവേഷൻ. ഓക്കെ, അക്കൗണ്ട് കാരൻ നമ്മൾ 3 ടൈപ്പ് ആയിട്ട് പ്രിപ്പയർ ചെയ്യും. ഒന്ന് ഇൻഡിവിജ്വൽ മെത്തേഡ്, ഒന്ന് പ്രൊഡക്റ്റ് മെത്തേഡ്, പിന്നെ ബാലൻസ് ഓഫ് പ്രൊഡക്റ്റ് മെത്തേഡ്, അല്ലെ? ഓരോന്നിനും ഓരോ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു. ഓക്കെ, അതേപോലെ തന്നെ ആവറേജ് ഡ്യൂ ഡേറ്റ് നമ്മൾ 4 സിറ്റുവേഷനിലാണ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അതിൽ ഓരോ സിറ്റുവേഷൻ പഠിക്കണം. ഓരോ സിറ്റുവേഷനും ഓരോ ഡിഫറൻസ് ഉണ്ട്, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കിയാൽ നമ്മൾ പഠിച്ചു. ഓക്കെ, പ്ലസ് എപ്പോ മൈനസ് എപ്പോ, ടോട്ടൽ ഓഫ് ദി പ്രോഡക്റ്റ് കിട്ടുന്നത്. ഓക്കെ, ടോട്ടൽ ഓഫ് ദി പ്രോഡക്റ്റ് കിട്ടുന്നത് മൈനസ് ഫിഗർ ആണെങ്കിൽ മൈനസ്, ടോട്ടൽ ഓഫ് ദി പ്രോഡക്റ്റ് പ്ലസ് ആ കിട്ടുന്നുണ്ടെങ്കിൽ പ്ലസ്. ഓക്കെ, ടോട്ടൽ ഓഫ് ദി പ്രോഡക്റ്റ് മൈനസും കിട്ടാം. ടോട്ടൽ ഓഫ് ദി പ്രോഡക്റ്റ് പ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫോർമുലയിൽ, ഓക്കെ, ഓൾറെഡി ഞാൻ പറഞ്ഞ ഫോർമുലയിൽ ഇത് എഴുതി വെക്കണേ മക്കളെ. അതായത് പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്നത് എപ്പാണ് യൂസ് ചെയ്യേണ്ടത്? പ്ലസ് യൂസ് ചെയ്യുന്നത് ടോട്ടൽ ഓഫ് ദി പ്രോഡക്റ്റ് പ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ, ടോട്ടൽ ഓഫ് ദി പ്രോഡക്റ്റ് മൈനസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ മൈനസ്. ഓക്കെ, എമൗണ്ട് ഒന്നും ഒരു കാലത്ത് മൈനസ് കിട്ടൂല മക്കൾ, മൈനസ് കിട്ടൂല. ഓക്കെ, നമ്മളിപ്പോ ഇല്ലസ്ട്രേഷൻ 1 ഞാൻ ചെയ്യും, ഇല്ലസ്ട്രേഷൻ 2 നിങ്ങൾ ചെയ്യും. ഇതാണ് പരിപാടി. ഓക്കെ.
വെയിറ്റ്. Okay, illustration 1 ശ്രദ്ധിക്കും മക്കൾ. The following are the amounts due on different dates between the same parties. Okay, between the same parties. രണ്ടാൾ തമ്മിലുള്ള 3 ട്രാൻസാക്ഷൻസ് ആണ്. അതായത് ഇതിനൊരു കാര്യം കൂടി ഉണ്ട് മക്കളെ. ഈ കോൺസെപ്റ്റ് എപ്പാ വരാന്ന് വെച്ചാല് അയാള് എനിക്ക് തരുന്ന ഡിസ്കൗണ്ടും ഞാൻ അയാൾക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റും സെയിം ആവണം. ഓക്കെ, ഞാൻ അയാൾക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് 10%. ഫോർ എക്സാമ്പിൾ എത്ര? 10%. അയാൾ എനിക്ക് തരേണ്ട റിബേറ്റും 10%. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ കോൺസെപ്റ്റ് വരൂ. ഡിഫറെന്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ ഇത് വരൂല. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായില്ലേ? ഓക്കെ, റിപ്പീറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക. അതായത് ഞാൻ അയാൾക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ എക്സാമ്പിൾ 10%. ഞാൻ നേരത്തെ അടക്കുന്നുണ്ടെങ്കിൽ ഞാൻ റിബേറ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് തരുമെന്ന് പറഞ്ഞില്ലേ, ആ ഡിസ്കൗണ്ടും 10% ആയിരിക്കും. ആ ഡിസ്കൗണ്ടും 10% ആയിരിക്കും. എനിക്ക് കിട്ടുന്ന ഡിസ്കൗണ്ടും 10%, ഞാൻ കൊടുക്കേണ്ട ഇൻട്രസ്റ്റും 10%. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ കോൺസെപ്റ്റ് വരൂ. അല്ലെങ്കിൽ വരൂല. ഓക്കെ ആണോ? ഞാൻ ഈ പ്രോബ്ലം ഒരു ഇല്ലസ്ട്രേഷൻ 1 ചെയ്ത ഉടനെ ഈ മെത്തേഡിന്റെ എല്ലാ ഫീച്ചേഴ്സും പറയും. ഓക്കെ, എല്ലാ ഫീച്ചേഴ്സും പറയും. ഓക്കെ, ശ്രദ്ധിക്കേ. അതായത് ആവറേജ് ഡ്യൂ ഡേറ്റ് എന്നാ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. ആവറേജ് ഡ്യൂ ഡേറ്റ് എന്നാണ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ് നമ്മൾ ഒരു എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും നഷ്ടമില്ല, ആർക്കാണോ കിട്ടാണോ അവർക്കും നഷ്ടമില്ല, രണ്ടാൾക്കും നഷ്ടമില്ല, ലാഭമില്ല. ഇതാണ് സിറ്റുവേഷൻ ആവറേജ് ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് 4 സിറ്റുവേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഫസ്റ്റ് സിറ്റുവേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ലേൺ കാൽക്കുലേഷൻ ഓഫ് ആവറേജ് ഡ്യൂ ഡേറ്റ് വേർ വൺ പാർട്ടി ഈസ് ഇൻവോൾവ്ഡ്. ഒരു പാർട്ടി മാത്രം ഇൻവോൾവ് ചെയ്തിട്ടുള്ളൂ. ഒരു പാർട്ടി മാത്രം. എല്ലാ ഏംഗിളും നമ്മൾ പഠിക്കും. ഓക്കെ, ഒരു പാർട്ടി മാത്രം ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ സംഭവം? ഓക്കെ, ശ്രദ്ധിക്കുക. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞാൻ അയാൾക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ, അയാൾ എനിക്ക് തരാനില്ല. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി എന്താ ഫോർമുല പറഞ്ഞത്? ആവറേജ് ഡ്യൂ ഡേറ്റ് ഈസ് ഈക്വൽ ടു ബേസ് ഡേറ്റ് പ്ലസ് ഓർ മൈനസ് ടോട്ടൽ ഓഫ് ദി പ്രോഡക്റ്റ് മൈനസ് ഡിവൈഡ് ബൈ ടോട്ടൽ ഓഫ് ദി അമൗണ്ട്സ്. ഓക്കെ മക്കൾ, എൻ്റെ സ്റ്റക്ക് ആവുന്നില്ലേ വീഡിയോ? കാരണം ഞാൻ സംസാരിക്കുന്നത് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ ആണോ എല്ലാവരും? ഫൈൻ. അതായത് ഇതാണ് ഫോർമുല. ഇതിൽ ബേസ് ഡേറ്റ് എന്താന്ന് പറഞ്ഞാൽ, ബേസ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ഡേറ്റ്. നിങ്ങൾക്ക് തരുന്ന ഡ്യൂ ഡേറ്റിൽ ഏത് ഡേറ്റും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ തരുന്ന ഗ്യാരണ്ടി. ഓക്കെ, ഏത് ഡേറ്റ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ബേസ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് ദി പ്രൊഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് അത് ഞാൻ പറഞ്ഞുതരാം. ടോട്ടൽ ഓഫ് ദി അമൗണ്ട്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് അതും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ഫസ്റ്റ് ഇല്ലസ്ട്രേഷനിലേക്ക് പോകുകയാണ്. അതായത് ഇത് the following are the amounts due on different dates in between the same parties. Okay, രണ്ട് പാർട്ടീസ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരാൾക്ക് കൊടുക്കാനുള്ളത് നിങ്ങൾ വിചാരിച്ചു 500 രൂപ കൊടുക്കാനുള്ളത് 3rd ജൂലൈക്കാണ് ഡ്യൂ ഡേറ്റ്. 3rd ജൂലൈ ആണ് മക്കളെ. 800 രൂപ 2nd ഓഗസ്റ്റിനാണ്. 1000 rupees 11th സെപ്റ്റംബറിനാണ്. 1000 rupees 11th സെപ്റ്റംബറിനാണ്. ഈ 3 ഡേറ്റാണ് ഞാൻ പേ ചെയ്യേണ്ടത് അയാൾക്ക്. ശരിക്കും പറഞ്ഞാൽ ഈ 3 ഡേറ്റാണ് അയാൾക്ക് പേ ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഓരോ പൈസ ആയിട്ട് കൊടുക്കാൻ കഴിയില്ല. ഒറ്റ സിംഗിൾ എമൗണ്ട് ആയിട്ട് കൊടുക്കണം. ആ ഡേറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നഷ്ടം ഉണ്ടാകാൻ പറ്റില്ല, അയാൾക്കും നഷ്ടം ഉണ്ടാകാൻ പറ്റില്ല. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അയാൾക്ക് കൊടുക്കാനുള്ള 2300 ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കും നഷ്ടമില്ല, അയാൾക്കും നഷ്ടമില്ല. അയാൾക്ക് 2300 കിട്ടും, എനിക്ക് 2300 കിട്ടും. സാർ അയാൾക്ക് എന്താ നഷ്ടം? അയാൾക്ക് പെട്ടെന്ന് പൈസ കിട്ടിക്കാൻ പെട്ടെന്ന് പോയിട്ട് ബാങ്കിലിടുക ഇൻട്രസ്റ്റ് കിട്ടും. ഞാൻ അയാൾക്ക് 500 രൂപ 3rd ജൂലൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ 500 രൂപ എടുത്തിട്ട് അയാൾ പോയിട്ട് ബാങ്കിലിട്ട് അയാൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഇതാണ് അതിന്റെ ലോജിക്. ഓക്കെ ആണോ? ഇയാളെ ബാങ്കിലിട്ടതിനുള്ള ഇൻട്രസ്റ്റ് കിട്ടുന്നത് നഷ്ടം വരൂല, എനിക്കും നഷ്ടം വരൂല. അയാൾക്കൊന്നും നഷ്ടമില്ല, എനിക്കും നഷ്ടമില്ല. അതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ആവറേജ് ഡ്യൂ ഡേറ്റ്. കാരണം വെറുതെ നമ്മൾ ബൈഹാർട്ട് മാത്രം പഠിക്കണം. അതിനൊരു ബാക്ക്ഗ്രൗണ്ട് എന്തിന് കാൽക്കുലേറ്റ് ചെയ്യുന്നു, എന്താണ് സംഭവം, അതാണ് അറിയേണ്ടത്. സർ ആപ്പ് സെവറൽ ട്രാൻസാക്ഷൻ, സർ അപ്പോ സെവറൽ ട്രാൻസാക്ഷൻ വേണം അല്ലേ? സെവറൽ ട്രാൻസാക്ഷൻ മാൻഡേറ്ററി ചെയ്യണം. അല്ലെങ്കിൽ വരൂല മക്കളെ. ഓക്കെ, ശ്രദ്ധിക്കും.
ഞാൻ കാൽക്കുലേഷനിലേക്ക് പോകാം. ഓക്കെ, കാൽക്കുലേഷനിലേക്ക് പോവാം. ഇതിനൊരു ഫോർമാറ്റ് ബുക്ക് ഒന്ന് നോക്കണം, ജസ്റ്റ് ക്ലാസ് ലിസൺ ചെയ്താൽ മതി. ഓക്കെ, ഡ്യൂ ഡേറ്റ്സ്, amount, number of days from. മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ 3rd July ആണ് ഒരു ഡ്യൂ ഡേറ്റ്, 2nd August ആണ് ഡ്യൂ ഡേറ്റ്, 11th September ആണ് ഡ്യൂ ഡേറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ എടുക്കുന്നതിൽ ഓപ്പോസിറ്റ് രണ്ടെണ്ണം എടുത്തിട്ട് ചെയ്ത് നോക്കാം, എന്നിട്ട് നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് കിട്ടാം കേട്ടാ. ഞാനിപ്പോ ഒന്ന് എടുത്തിട്ട് ചെയ്യും, നിങ്ങൾക്ക് ഇനിയിപ്പോ ഡൗട്ട് ഉണ്ടാവും, സാർ പറയുന്നത് ശരിയാണോ, പ്രൂവ് ചെയ്ത് ക്ലാസ് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ കാൽക്കുലേറ്റർ വെച്ചിട്ട് കളിച്ചാൽ മതി. ഓക്കെ, സിമ്പിളാ. നമ്പർ ഓഫ് ഡേയ്സ് ഫ്രം 3rd July. ഓക്കെ, നമ്പർ ഓഫ് ഡേയ്സ് ഫ്രം 3rd July. പിന്നെ പ്രോഡക്റ്റ്. ഓക്കെ, ഇതാണ് മക്കളെ നമ്മുടെ കോളംസ്. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? 3rd July ആണ് ഫസ്റ്റ് ഡ്യൂ ഡേറ്റ്. ഓക്കെ, രണ്ടാമത്തത് 2nd August. ഓക്കെ, 2nd August. തേർഡ് 11th September. എത്ര? 11th September. എല്ലാവരും റെഡി അല്ലേ? ഇത് ഓക്കെ ആണ്? ഇതുവരെ എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 500, 800, സോറി സെപ്റ്റംബറിലെ 11th September ക്വസ്റ്റ്യൻ. ഇതാ നോക്കൂ, ക്വസ്റ്റ്യൻ ഇല്ലസ്ട്രേഷൻ 1 എടുത്ത് വെക്കുവാന് ആൻസർ നോക്കണ്ട, ക്വസ്റ്റ്യൻ മാത്രം നോക്കിയാൽ മതി. അല്ല സർ 11/8 സോറി വേണ്ടേ? ഓഗസ്റ്റിനോട് എന്തോ വല്ലാണ്ട് ഇഷ്ടമില്ല. ഓക്കെ, അതായത് ഇപ്പൊ കറക്റ്റ് അല്ലേ? 3rd July, 2nd August, 11th September. ഓക്കെ, ഇങ്ങനെ ഞാൻ ഡേറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, അതായത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഡേയ്സ് ഫ്രം 3rd July. 3rd July ഒരു ഡ്യൂ ഡേറ്റ് ആണ്. അതായത് നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് മുതൽ ബേസ് ഡേറ്റ് വരെ, അല്ലെങ്കിൽ ബേസ് ഡേറ്റ് മുതൽ ഡ്യൂ ഡേറ്റ് വരെ. ഓക്കെ, ഇതാണ് കോൺസെപ്റ്റ്. ഓക്കെ, ബേസ് ഡേറ്റ് മുതൽ ഡ്യൂ ഡേറ്റ് വരെ എത്രയാണോ ദിവസം ഉള്ളത് അത് കൗണ്ട് ചെയ്യും. അതെന്ത് ചെയ്യാ? കൗണ്ട് ചെയ്യും. ഓക്കെ, അത് എങ്ങനെ കൗണ്ട് ചെയ്യാ? സർ ശ്രദ്ധിക്ക്, ഫസ്റ്റ് ഡേ ഇൻക്ലൂഡ് ചെയ്യരുത്, ലാസ്റ്റ് ഡേ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് ബേസ് ഡേറ്റ് ഇൻക്ലൂഡ് ചെയ്യണ്ട, ഡ്യൂ ഡേറ്റ് ഇൻക്ലൂഡ് ചെയ്തോ. ബേസ് ഡേറ്റ് ഇൻക്ലൂഡ് ചെയ്തോ, ഡ്യൂ ഡേറ്റ് ഇൻക്ലൂഡ് ചെയ്യണം. ഏതെങ്കിലും ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. എവിടെ? അക്കൗണ്ട് കറണ്ട് പഠിച്ച പോലെ, അത്രേ ഉള്ളൂ സംഭവം, അത്രേ ഉള്ളൂ. അക്കൗണ്ട് കറണ്ട് പഠിച്ച പോലെ. മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഫൈൻ. ശ്രദ്ധിക്കും. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം മക്കളെ. ബേസ് ഡേറ്റ് മുതൽ ഡ്യൂ ഡേറ്റ് വരെ. ബേസ് ഡേറ്റ് ആണ് നമ്മൾ ഫസ്റ്റ് എടുത്തത്. ബേസ് ഡേറ്റ് ഏതാ എടുത്തത്? ഇവിടെ ഞാൻ ഇവിടെ എഴുതി വെക്കാം. ബേസ് ഡേറ്റ് ഈസ് ഈക്വൽ ടു 3rd July. എത്ര എടുത്തത്? 3rd July. നിങ്ങൾക്ക് ഏത് ഡേറ്റ് കൊടുക്കാം മക്കളെ? ഫസ്റ്റ് സിനാരിയോ, ഫസ്റ്റ് കേസിൽ നിങ്ങൾക്ക് ഏത് ഡേറ്റ് കൊടുക്കാം? 3rd July എടുക്കാം, 2nd August എടുക്കാം, അല്ലെങ്കിൽ 11th September എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കും. സെയിം ആൻസേഴ്സ് കിട്ടും. ഞാൻ ചെയ്തതാണ്, ഞാൻ ഓൾറെഡി ചെയ്തതാണ്, പ്രൂവ്ഡ് ആണ്. ഓക്കെ, പിന്നെ എന്നാ അടുത്തത്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്ന ഡേയ്സ് കൗണ്ട് ചെയ്യാൻ പോയത് മക്കളെ. 3rd July to 3rd July എത്ര ദിവസം ഉണ്ട്? 0. എത്ര? 0 മക്കളെ. 3rd July to 3rd July എത്ര ദിവസം ഉള്ള? 0. ഓക്കെ, ഇനി 3rd July to 2nd August ഞാൻ കൗണ്ട് ചെയ്താട്ടെ. പ്രൊഡക്റ്റും 0. ഓക്കെ, പ്രൊഡക്റ്റ് നമ്മൾ ആയിട്ടില്ല, നമ്മൾ ഫസ്റ്റ് നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്ത് എന്നിട്ട് പ്രൊഡക്റ്റിലേക്ക് പോകും. ഓക്കെ മക്കളെ, ഇനി 3rd July to 2nd August. 3rd July to 2nd August എത്രയാ? ശ്രദ്ധിച്ചോ, 4-ാം തീയതി. 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23. ഓക്കെ, 23. 23 ആവുമ്പോഴേക്ക് 20 ദിവസം. പിന്നെ ആദ്യം 7 ദിവസം. എത്ര? 27. ഓക്കെ, 27 + 1 31st July 28. ഓക്കെ, 28 പിന്നെ 2 ദിവസം
30 ദിവസം. ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഇവിടുന്ന 4th ജൂലൈ ഞാൻ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്തത്. 4th ജൂലൈ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്തത്. മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ടാ? ഞാൻ 4th ജൂലൈ മക്കളെ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ 4th ജൂലൈ സ്റ്റാർട്ട് ചെയ്തു. ഓഗസ്റ്റ് 2 വരെ. ഓഗസ്റ്റ് 2 ഇൻക്ലൂഡ് ചെയ്തിട്ടോ? ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 2 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 2 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, എല്ലാവരും ശ്രദ്ധിക്കുക. എത്രയാ? 30 ഡേയ്സ്. ഓക്കെ, എത്രയാ? 30 ഡേയ്സ്. മക്കളെ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 3rd ജൂലൈ മുതൽ 11th സെപ്റ്റംബർ വരെ കൗണ്ട് ചെയ്യണം. 11th സെപ്റ്റംബർ വരെ. ഓക്കെ, അതായത് 27 ഡേയ്സ് ആണ്. 28 ഡേയ്സ് ആണ് ജൂലൈയിൽ വരാം. ജൂലൈയിൽ 28 ഡേയ്സ് വരും. 31 3 മൈനസ് ചെയ്താൽ 28. പിന്നെ ഓഗസ്റ്റ് 31 ആണ്. 28 പ്ലസ് 31 എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 28 പ്ലസ് 31 എന്ന് പറയുമ്പോൾ 59 if I am right, അല്ലേ? 59 പ്ലസ് 11 70. എത്രയാ? 70. ഓക്കെ മക്കളെ, 70 ഡേയ്സ്. എത്രയാ? 70 ഡേയ്സ്. ഡൗട്ട് ഉണ്ട് ആർക്കെങ്കിലും? മക്കളെ ഡൗട്ട് ഉണ്ട് ആർക്കെങ്കിലും? ഇതെല്ലാം സിമ്പിൾ ചാപ്റ്റർ ആണ്. ഓക്കെ ഫൈൻ. ഇനി നമ്മൾ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. മക്കളെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇത് എ ആണെങ്കിൽ ഇത് ബി ആണെങ്കിൽ ഈ എ ഇൻറ്റു ബി ആണ് എന്ത്? പ്രൊഡക്റ്റ്. എന്താണ്? എ ഇൻറ്റു ബി ആണ് പ്രൊഡക്റ്റ്. എമൗണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്. ഓക്കെ, ദാറ്റ്സ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ കേസിൽ 0 ആണ്. 8 3s are 24 എന്ന് പറയുമ്പോൾ എത്രയാ? 24,000 വരും. നെക്സ്റ്റ് എമൗണ്ട് 70,000 rupees വരും. ഓക്കെ, നിങ്ങൾ ടോട്ടൽ ഓഫ് പ്രോഡക്റ്റ് ഇതെല്ലാം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൽ ഇതേപോലെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിലല്ലോ നിങ്ങൾ ഇതേപോലെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ടോട്ടൽ ഓഫ് ദി പ്രോഡക്റ്റും കിട്ടി, ടോട്ടൽ ഓഫ് ദി എമൗണ്ടും കിട്ടി. മക്കളെ എന്താണ് ആവറേജ് ഡ്യൂ ഡേറ്റ്? ആവറേജ് ഡ്യൂ ഡേറ്റ് ഈസ് ഈക്വൽ ടു ബേസ് ഡേറ്റ് പ്ലസ് ഓർ മൈനസ് ടോട്ടൽ ഓഫ് ദി പ്രോഡക്ട്സ് divided by total of the amount. That is equal to base date എന്ന് പറയുന്നത് എപ്പോഴാണ്? ബേസ് ഡേറ്റ് 3rd ജൂലൈ അല്ലെ? 3rd ജൂലൈ പ്ലസ് ഓക്കെ പ്ലസ് ആണ് ഇവിടെ വരാം 94,000 divided by 2,300. ഓക്കെ, 94,000 divided by 2,300 എന്ന് പറയുമ്പോൾ എത്ര വരുന്നത് മക്കളെ? എത്ര വരുന്നത്? 40.86. ഓക്കെ, 40.86 എന്ന് പറയുമ്പോൾ 40 ഡേയ്സ് ആണ് വരാം. ഓക്കെ, 40.86. മക്കളെ ശ്രദ്ധിക്കുക എല്ലാവരും. പോയിന്റ് ആണ് വരുന്നതെങ്കിൽ ശ്രദ്ധിക്കണം എല്ലാവരും. പോയിന്റ് ആണ് വരുന്നെങ്കിൽ ഫ്രാക്ഷനാ വരുന്നുണ്ടെങ്കിൽ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യണം. എത്രയിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം? 0.5ന്റെ മേലെ ആണെങ്കിൽ നെക്സ്റ്റ് ഡേ, 0.5ന്റെ മേലെയാണെങ്കിൽ നെക്സ്റ്റ് നമ്പർ, 0.5ന്റെ താഴെയാണെങ്കിൽ ബിലോ നമ്പർ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എത്ര എടുക്കുക? 41. ഇവിടെ എന്താ 41 ഉദ്ദേശിക്കുന്നത്? 41 മാസം അല്ല, 41 ആഴ്ച അല്ല, 41 ദിവസം. എന്താണ് 41 ദിവസം? 41 ഡേയ്സ്. അതായത് ആവറേജ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 3rd ജൂലൈ മുതൽ 41 ദിവസം കൗണ്ട് ചെയ്യണം. 3rd ജൂലൈ മുതൽ 41 ദിവസം കൗണ്ട് ചെയ്യണം. 3rd ജൂലൈ 4th ജൂലൈ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതായത് 27 ഡേയ്സ് എവിടെ വരും? 28 ഡേയ്സ് ഏതിൽ വരും? ജൂലൈയിൽ വരും. 28 ഡേയ്സ് ജൂലൈയിൽ വരും. ഓക്കെ, പിന്നെ 13 ദിവസം. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 13th ഓഗസ്റ്റ്. മക്കളെ ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പറഞ്ഞോ, ഞാൻ ചെയ്തു തരും. ഞാൻ ഒന്നും കൂടി പറയണമെങ്കിൽ പറഞ്ഞു തരും. ഓക്കെ, 0.5 ആണെങ്കിൽ എങ്ങനെയാണ്? 0.5 ആണെങ്കിൽ നെക്സ്റ്റ് എടുത്താൽ മതിയോ? നിങ്ങളതിൽ വെറൈറ്റി ഡൗട്ട് തന്നെ മോനെ. 0.5 ആണെങ്കിൽ എത്ര? നെക്സ്റ്റ് എടുത്തോ. 0.5 ആണെങ്കിൽ എത്ര? നെക്സ്റ്റ് എടുത്തോ. ഓക്കെ, അതായത് ശ്രദ്ധിക്കുക, ഒരു മിനിറ്റ് ശ്രദ്ധിക്കുക എല്ലാവരും. മക്കളെ ഫോമിൽ ആവറേജ് ഡ്യൂ ഡേറ്റിന്റെ ബേസ് ഡേറ്റ് പ്ലസ് ഓർ മൈനസ് ടോട്ടൽ ഓഫ് ദി പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഓഫ് ദി എമൗണ്ട്സ്. ഓക്കെ, ഇവിടെ 3rd ജൂലൈ പ്ലസ് 94,000 ഡിവൈഡ് ബൈ 2,300. നിങ്ങൾക്ക് 41 ഡേയ്സ് ആയിട്ടുള്ളത്. അതായത് 3rd ജൂലൈ കഴിഞ്ഞതിന് ശേഷം 41 ഡേയ്സ് എടുക്കാം. സർ 3rd ജൂലൈ എടുക്കണോ? വേണ്ട. 3rd ജൂലൈ എടുക്കണോ? വേണ്ട. ജൂലൈ മാസം 28 ദിവസം. എങ്ങനെ കിട്ടിയ? 31 1 2 3 ഒഴിവാക്കാം. 28 ദിവസം.
28 ദിവസം. 41 28 പോയി കഴിഞ്ഞാൽ 13 ദിവസം ബാക്കിയുണ്ട്. അന്നേരം 13 എന്ന് പറയുമ്പോൾ അടുത്ത ഓഗസ്റ്റ് 13. ഓഗസ്റ്റ് 13. അതായത് ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഓഗസ്റ്റ് 13 പേ ചെയ്യുന്നത് എത്ര പേ ചെയ്യുന്നത്? 500 രൂപ, 500 രൂപ അല്ല, 800 രൂപ അല്ല, 1000 രൂപ അല്ല, 2300 രൂപ, 2300 റുപ്പീസ് നിങ്ങൾ 13th ഓഗസ്റ്റിന് പേ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും ലോസ് ഉണ്ടാവില്ല, അയാൾക്കും ലോസ് ഉണ്ടാവില്ല. ഓക്കെ, അയാൾക്കും ലോസ് ഉണ്ടാവും. ശ്രദ്ധിക്ക്, 41 ഡേയ്സ് എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ 3rd ജൂലൈ മുതൽ ബേസ് ഡേറ്റ് മുതൽ 41 ഡേയ്സ്, ബേസ് ഡേറ്റ് മുതൽ 41 ഡേയ്സ്, ബേസ് ഡേറ്റ് മുതൽ 41 ഡേയ്സ്. എങ്ങനെ 41 ഡേയ്സ് ആഡ് ചെയ്യാം? 3rd, അതായത് ജൂലൈയിലെ 3 ദിവസങ്ങൾ. ഓക്കെ, ജൂലൈയിലെ 3 ദിവസങ്ങൾ, ജൂലൈ 1, ജൂലൈ 2, ജൂലൈ 3, അത് എടുക്കണ്ട. ഇന്നലെ എത്ര ദിവസം ഉണ്ട്? 28 ഡേയ്സ്. ഇന്നലെ ജൂലൈ 31 വരെ എത്ര ദിവസം? 28 ഡേയ്സ്. പിന്നെ അടുത്ത 13 ദിവസം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 13. ഓഗസ്റ്റ് 13 നമ്മൾ ഒരു പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ എന്താവും? നമുക്കും ലാഭമില്ല, അയാൾക്കും ലാഭമില്ല, നമുക്കും നഷ്ടമില്ല, അയാൾക്കും നഷ്ടമില്ല. മക്കളെ, ഇതാണ് ആവറേജ് ഡ്യൂ ഡേറ്റ്. ഒരു ബേസിക് പ്രോബ്ലം നമ്മൾ ചെയ്ത് തീർത്ത്. ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഡൗട്ട് ഉണ്ടോ? സർ കുറെ നോട്ട്സ് വേണം. ആ തരും. അപ്പൊ വെയിറ്റ് തരും, നോട്ട്സ് എല്ലാം തരും, വെയിറ്റ്. ഡൗട്ട് എനിക്ക് ചോദിച്ച ഒന്നുകൂടി പറഞ്ഞുതരും, അല്ലാണ്ട് നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നും ചെയ്യാൻ പറ്റൂല. അശ്മല, നിങ്ങളെ ബാച്ചിലെ കുട്ടികൾ എല്ലാവരും റെസ്പോണ്ട് ചെയ്യാ മക്കളെ. എല്ലാം പെട്ടെന്ന് ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യോ? ആ, 41 ദിവസം എടുക്കുമ്പോൾ ശ്രദ്ധിക്ക്, ഞാൻ ഒന്നും കൂടി പറയുന്നത്. ആവറേജ് ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് ആണ്. ആ ഡേറ്റിന് നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും നഷ്ടമില്ല, കിട്ടുന്നാക്കും നഷ്ടമില്ല. ഓക്കെ, എനിക്കും ലാഭമില്ല, കിട്ടുന്നാക്കും ലാഭമില്ല. അതെങ്ങനെ കണ്ടുപിടിക്കാം? അതിപ്പോ ഫസ്റ്റ് നമ്മൾ പറയുന്ന വെച്ചാൽ ഇതിന്റെ യൂസേജ് ഒന്നും കൂടി പറയാം. വെയിറ്റ് ചെയ്യാം മക്കളെ, വെയിറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറെ നെഗറ്റീവായി ഞങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാല് നിങ്ങൾ ആരും ഫുൾ കേൾക്കുന്നില്ല. ഞാൻ പണ്ടങ്ങനെയാണ്, ക്ഷമയില്ല എന്ന് പറയുമ്പോഴാണെങ്കിൽ ഫുൾ കേൾക്കില്ല. എന്നിട്ട് എന്ത് ചെയ്യും? അതിന്റെ ഇടയ്ക്ക് ചോദിക്കും. അതായത് ആവറേജ് ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കോൺസെപ്റ്റ്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഡേറ്റിന് പേ ചെയ്തതിനാൽ രണ്ടാക്കും നഷ്ടമില്ലാന്ന്. അത് 4 സിനാരിയോയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. 4 സിനാരിയോയിലാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് സിനാരിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഒരാൾ മാത്രമേ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ, ഒരാൾക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഒരാളെ നിന്ന് മാത്രമേ കിട്ടാവുള്ളൂ. അതിന്റെ കേസാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത്. അത് ഫസ്റ്റ് അവിടെ നമുക്ക് ഫോർമുല എന്ന് പറയുന്നത് ആവറേജ് ഡ്യൂ ഡേറ്റ് ഈസ് ഈക്വൽ ടു ബേസ് ഡേറ്റ് പ്ലസ് ഓർ മൈനസ് ടോട്ടൽ ഓഫ് ദ പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഓഫ് ദി എമൗണ്ട്. പ്ലസ് ഓർ മൈനസ്, ടോട്ടൽ ഓഫ് ദ പ്രോഡക്റ്റ് പ്ലസ് ആണെങ്കിൽ പ്ലസ് വരും. ഓക്കെ, ടോട്ടൽ ഓഫ് ദ പ്രോഡക്ട്സ് മൈനസ് ആണെങ്കിൽ മൈനസ് വരും. അത്രയേ ഉള്ളൂ. പിന്നെ സർ ബേസ് ഡേറ്റ് എന്താ? ബേസ് ഡേറ്റ് നിങ്ങൾക്ക് തരുന്ന ഡ്യൂ ഡേറ്റ് ഏത് ഡേറ്റ് വേണമെങ്കിലും എടുക്കാം. നമ്മൾ ഇവിടെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ തന്നെ എടുത്തു, അതായിരിക്കും ബെറ്റർ. വാട്ടെവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്തു? പല കാര്യങ്ങളും ചെയ്തു. നമ്പർ ഓഫ് ഡേയ്സ് ഫ്രം 3rd ജൂലൈ, അതായത് ബേസ് ഡേറ്റ് മുതൽ ഡ്യൂ ഡേറ്റ് വരെ എത്ര ദിവസം ഉണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്തു. ഓക്കെ, കൗണ്ട് ചെയ്യുമ്പോൾ ബേസ് ഡേറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, ലാസ്റ്റ് ഡേറ്റ് മാത്രം, ഡ്യൂ ഡേറ്റ് മാത്രം എടുത്താൽ മതി. ബേസ് ഡേറ്റ് എടുക്കേണ്ട ഏതെങ്കിലും ഒരു ഡേറ്റ് 3rd ജൂലൈ ടു 2nd ഓഗസ്റ്റ് എന്ന് പറയുന്നതിൽ ഒന്നെങ്കിൽ 3rd ജൂലൈ നിങ്ങൾ എടുത്തു, അല്ലെങ്കിൽ 2nd ഓഗസ്റ്റ് എടുത്തു. ഏതാ നിങ്ങൾക്ക് കംഫർട്ടബിൾ? അങ്ങനെ ബൈ ഹാർട്ട് അവരും ചോദിക്കൂല ഏത് ഡേറ്റാ എടുക്കണ്ടേ, അങ്ങനെയൊന്നും ചോദിക്കൂല, പറയുന്ന മനസ്സിലാകുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് കിട്ടി 3rd ജൂലൈയും ഒരു 41 ദിവസവും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് ഡ്യൂ ഡേറ്റ് കിട്ടും. സർ 41 ദിവസം എങ്ങനെ എടുക്കേണ്ടത്? മക്കളെ, ബേസ് ഡേറ്റ് നിങ്ങൾ ഏതാണോ ബേസ് ഡേറ്റ് എടുത്തത് ആ ഡേറ്റ് മുതൽ 41 ദിവസം. ബേസ് ഡേറ്റ് ഇവിടെ നമ്മൾ എടുത്തത് 3rd ജൂലൈ ആണ്. 3rd ജൂലൈ എന്ന് പറയുമ്പോൾ ആ മാസം നമുക്ക് 28 ദിവസം കിട്ടുന്നുണ്ട്. എങ്ങനെയാ? 31 മൈനസ് 3, 1, 2, 3 ഒഴിവാക്കും. പിന്നെ 28 എടുത്തതിന് ബാക്കി എത്ര? 41 13 ദിവസം. 13 ദിവസം ഓഗസ്റ്റ് 13 ദിവസം എടുക്കും. ഇന്നലെ 13-ാം തീയതി കിട്ടി. അല്ലെങ്കിൽ ഞങ്ങൾ കൗണ്ട് ചെയ്ത് തരാം. വെയിറ്റ് പറഞ്ഞുതരാം. അതായത് 4-ാം തീയതി 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31 എന്ന് പറയുമ്പോൾ എത്രയായി? 28ആയി. ഓക്കെ, 28ആയി. ഓക്കെ, 1, 2, 3
4 5 6 7 ഓക്കെ 8 9 10 11 12 എത്രയായി ഇപ്പോ 40 13 ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് ഓഗസ്റ്റ് 13 കിട്ടും. ഓഗസ്റ്റ് 13 കിട്ടുന്നത് ഇങ്ങനെയാണ്. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മക്കളെ? ഓൾ ക്ലിയർ? ഞാൻ പറയാം ഒരു കാര്യമുണ്ട്. നിങ്ങൾ ക്ലാസ്സിന്റെ ഇടക്ക് പോയിട്ട് IPL സ്കോർ നോക്കിയിട്ട് നിങ്ങൾ എന്നോട് മറ്റേ റിപ്പീറ്റ് ചെയ്യുന്ന പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാട്ടി മോശമായിട്ടുള്ള ഒരാൾ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. പറയാല ക്ലാസ്സിൽ ഇരുന്നിട്ട് മനസ്സിലായിട്ടെങ്കിൽ മനസ്സിലായിട്ടാന്ന് പറഞ്ഞു, അത് പ്രശ്നമല്ല. ഓക്കെ, എനിക്കത് തീരെ താല്പര്യമില്ല. കാരണം ഞാനും IPL കാണുന്ന ഞാൻ കാണുന്നില്ല, സ്കോർ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, പക്ഷെ കളി കാണാൻ വേണ്ടിട്ട് അതിന്റെ ഇടക്ക് പോയിട്ട് പിന്നെ തിരിച്ചു വരും, അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഓക്കെ, വേണ പഠിക്കുക, അടി നിർത്തിയിട്ട് പോയിക്കോ. കളി കണ്ടോ, 20-ാം തീയതി അടുത്ത് തുടങ്ങുന്നുണ്ട് ISL, അതും കൂടി കണ്ടു തീർത്തോ. പഠിക്കണ്ട, പറയാല പഠിക്കുന്നുണ്ടെങ്കിൽ ക്ലാസ് ശ്രദ്ധിക്കുക. ഓരോ കാര്യം പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിരിക്കും, ഓരോ കാര്യം പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക മക്കളെ. ഈ ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾ ചെയ്യും. ഇലസ്ട്രേഷൻ 1 ചെയ്താട്ടെ. ഒരു ഡൗട്ട് വെച്ചോട്ടെ. ചോദിക്കും മക്കളെ. നിങ്ങൾ 11th സെപ്റ്റംബർ ബേസ് ഡേറ്റ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2nd ഓഗസ്റ്റ് ബേസ് ഡേറ്റ് ആയിട്ട്, 2nd ഓഗസ്റ്റ് എടുക്കണ്ട, ബെസ്റ്റ് 11th സെപ്റ്റംബർ ആയിരിക്കും. 2nd ഓഗസ്റ്റ് എടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് തന്നെ കിട്ടും. 11th സെപ്റ്റംബർ എടുത്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടും. ബട്ട് ആൻസർ ഈസ് ആൻസർ ഈസ് കറക്റ്റ്. 2nd ഓഗസ്റ്റിൽ കിട്ടൂല, 11th സെപ്റ്റംബറിൽ കിട്ടും. 11th സെപ്റ്റംബറിൽ നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടും. ടോട്ടൽ ഓഫ് ദ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആയിട്ട്. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ശ്രദ്ധിക്കണേ, ഡേയ്സ് കൗണ്ട് ചെയ്യേണ്ടത് ബേസ് ഡേറ്റ് മുതൽ ഡ്യൂ ഡേറ്റ് വരെയാണ്. ബേസ് ഡേറ്റ് മുതൽ ഡ്യൂ ഡേറ്റ് വരെ ബാക്കോട്ടേക്കാന്ന് കാൽക്കുലേഷൻ എങ്കിൽ നെഗറ്റീവ് ആണ്. ബാക്കോട്ടേക്കാ കാൽക്കുലേഷൻ എങ്കിൽ നെഗറ്റീവ് ആണ്. നമ്മൾ 3rd ജൂലൈ ടു ഓഗസ്റ്റ് മുന്നോട്ടേക്കാ പോകുന്നു, ഇങ്ങനെയല്ല പോകുന്നു, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ് പോസിറ്റീവ്? നിങ്ങൾ നോക്കിയാട്ടെ, 3rd ജൂലൈന്ന് സെപ്റ്റംബറിലേക്കാ പോകുന്നു, സോറി സെപ്റ്റംബറിന് 3rd ജൂലൈയിലേക്കാ പോകുന്നു, ബാക്കോട്ടേക്കാ പോകുന്നു, മൈനസ്. കാരണം അങ്ങനെയല്ല, ഇപ്പൊ 0 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നെഗറ്റീവ്, 0 ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോസിറ്റീവ്. അങ്ങനെ ഞാൻ പണ്ട് മാത്സിൽ പഠിച്ചത്. അപ്പൊ ക്വസ്റ്റ്യനില് ഇന്ന ഡേറ്റ് ഡ്യൂ ഡേറ്റ് ആയിട്ട് എടുക്കണോന്ന് പറയോ? ഒരു കാലത്തും പറയും, ഒരു കാലത്തും. അങ്ങനെ ഞാൻ പറഞ്ഞ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് ഡ്യൂ ഡേറ്റ് ആയിട്ട് എടുക്കാം. ഏറ്റവും നല്ല ഈസി എന്ന് പറയുന്നത് ഞാനിപ്പോ എടുത്ത് വെച്ചിട്ട് ചെയ്തത്, ഞാൻ ഇപ്പൊ ചെയ്ത് വെച്ചിട്ട് എടുക്കുന്നതാണ് ഏറ്റവും ഈസി. ഞാൻ ഒരു കാര്യം പറഞ്ഞ, എനിക്ക് ഓർമ്മ ഉണ്ടോന്ന് ശരിക്കും അറിയില്ല, എനിക്ക് കറക്റ്റോ എന്ന് ശരിക്കും ഓർമ്മയില്ല. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. കാണിച്ചാൽ പ്രൂവ് ചെയ്ത് കാണിക്കണ്ട. അപ്പൊ അത് നിങ്ങൾ ചെയ്തോ, അങ്ങനെ പറഞ്ഞു നിങ്ങൾ ചെയ്തോ, നിങ്ങൾ ചെയ്ത ആൻസർ ഉണ്ട്. മക്കളെ, മീഡിയൻ മറ്റേ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തോ ഒരു ഡേറ്റ് എടുക്കുന്നില്ലേ, എന്തോ ഒരു വാല്യൂ എടുക്കുന്നില്ലേ? ഏത് വാല്യൂ എടുക്കാന്ന് പറയുന്നത് നമ്മളോട്? മീഡിയനാ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മോഡാ മീഡിയനാണ് എന്റെ ഓർമ്മ. സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന മക്കളെ ബാ, നമുക്ക് മീഡിയൻ എടുത്തിട്ടില്ല. ഓ നൈസ്. നീ ഓക്കെ, മീഡിയന് മോഡ്, അതെ, മീൻ മീഡിയം മോഡ്, അങ്ങനത്തെ പരിപാടിയില്, അങ്ങനത്തെ പരിപാടിയില്ല, 3 പരിപാടിയില് ഏതോ മീഡിയനാന്ന് ഓർമ്മ, മീഡിയനാന്ന് ഓർമ്മ. എസ്യൂംഡ് മീൻ എടുക്കുന്ന, എസ്യൂംഡ് മീൻ അതാ മറ്റേ എന്തോ ഉണ്ട് കേട്ടാ. ഇത് പണ്ട് പഠിച്ച കാര്യം ഓർക്കുന്നതന്നെ വല്ല കാര്യമാണ്. ഓക്കെ, അതിൽ ഇതേപോലെയാണ്. നമ്മൾ ഏത് ഡേറ്റ് ഇഷ്ടമുള്ളത് എടുക്കാം, ഇഷ്ടമുള്ള ഡേറ്റ് എടുക്കാം, ചെയ്യുമ്പോൾ ആൻസർ കറക്റ്റ് കിട്ടും. ഇവിടെയും അതേപോലെ തന്നെ മക്കളെ. ഇതിലൊരു സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആണ്, ഇത് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആണ്. നമ്മൾ ഈ മാത്തമാറ്റിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നല്ല, പെർമുട്ടേഷൻ കോമ്പിനേഷൻ. ആ സംഭവത്തിലൂടെ മിക്സ് വരുന്നുണ്ട്, ആ സംഭവത്തിൽ മിക്സ് വരുന്നുണ്ട്. ഫോർമുലാസിലെ അതിൽ മിക്സ് വരുന്നുണ്ട്. എന്താ ഇനി ഡെറിവേഷൻസ് ഉണ്ടോ, ഡെറിവേറ്റീവ് പഠിക്കുന്നുണ്ട്. അതേപോലെ ഡെറിവേഷൻസ്, ഫോർമുല എങ്ങനെ ഉണ്ടായി, അതിന്റെ ഒരു ഡെറിവേഷൻ ഉണ്ടാവും. അതൊന്നും പഠിപ്പിക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, എന്നാലും നമ്മളിപ്പോ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ബേസ് ഓക്കെ ആണ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് പോയിന്റ്സ് വായിക്കാന്ന് നിങ്ങൾ ശ്രദ്ധിക്കും. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, യൂസസ് ഓഫ് ആവറേജ് ഡ്യൂ ഡേറ്റ്. ഓക്കെ, ഇത് എന്റെ നോട്ടാണ്. ഫോർ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വെയർ എമൗണ്ട് ഈസ് ലെൻഡ് ഇൻ വേരിയസ് ഇൻസ്റ്റാൾമെന്റ്സ്. ഓക്കെ, ഒന്നെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ആവറേജ് ഡ്യൂ ഡേറ്റ് കണ്ടുപിടിക്കും. അത് നിങ്ങൾ പഠിക്കും, വെയിറ്റ് ചെയ്യും. പിന്നെ വേർ എമൗണ്ട് ഈസ് ലെൻഡ് ഇൻ വേരിയസ് ഇൻസ്റ്റാൾമെന്റ്സ്, ഒരാൾ കടം കൊടുത്തത് വേരിയസ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേർ ദ എമൗണ്ട് ഈസ് ലെൻഡ് ഇൻ 1 ഇൻസ്റ്റാൾമെന്റ്, പക്ഷെ അവർ പേ ചെയ്യുന്നത് ഡിഫറെന്റ് ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ അതിലും വരും. ഓക്കെ, അങ്ങനെ അതായത് നമ്മൾ അതിലും പഠിക്കും, വെയിറ്റ് ചെയ്യും, അതിലും പിടിക്കുക, അങ്ങനെയൊന്നും വേണ്ട.
പിന്നെ ഞാൻ പറഞ്ഞ ഇത് ആവറേജ് ഡ്യൂ ഡേറ്റ് ഫോം മറ്റേ definition on average due date is weighted average of due dates of various transactions where amount of each transaction is used as weight. നമ്മൾ ചെയ്തു നിങ്ങളോട് പറയുന്ന amount weight ആയിട്ട് എടുക്കണം, amount weight ആയിട്ട് തന്നെ എടുത്തത്. ആവറേജ് ഡ്യൂ ഡേറ്റ് ഫോമിൽ ഓൾറെഡി ഞാൻ തന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഓക്കെ, എന്റെ ഓർമ്മയിൽ ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഫാമിദ എന്ന് തോന്നുന്നു. ഇഫ് ക്വസ്റ്റ്യൻ സ്പെസിഫിക്കലി ഗിവ്സ് ഡ്യൂ ഡേറ്റ്, നോ നീഡ് ടു ആഡ്. ഫൈൻ, അതല്ല. അതായത് സെലക്ഷൻ ഓഫ് ബേസ് ഡേറ്റ് ഓർ സീറോ ഡേറ്റ്. ബേസ് ഡേറ്റിന് സീറോ ഡേറ്റ് എന്നും പറയും മക്കളെ. ബേസ് ഡേറ്റിന് പാഠം കഴിഞ്ഞ ഇത്ര തന്നെ ഒന്നല്ല മക്കളെ, അതിന് 3 മെത്തേഡ് ഉണ്ട്. വെയിറ്റ് ബേസ് ഡേറ്റ് ഓർ ഡ്യൂ ഡേറ്റ്. ഓക്കെ, ബേസ് ഡേറ്റ് ഓർ സീറോ ഡേറ്റ് എന്ന് പറയുന്നത് ഏത് ഡേറ്റും വേണമെങ്കിൽ എടുക്കാന്നാ പറയും നമ്മളോട്. സച്ച് എ ഡേറ്റ് മേ ബി ഡ്യൂ ഡേറ്റ് ഓഫ് ദി ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഓർ ദി ഡ്യൂ ഡേറ്റ് ഓഫ് ദി ലാസ്റ്റ് ട്രാൻസാക്ഷൻ or any other due date between the first and last, but preferably earlier due date may be taken. നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ട്രാൻസാക്ഷന്റെ ഡ്യൂ ഡേറ്റ് എടുക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് ട്രാൻസാക്ഷന്റെ ഡ്യൂ ഡേറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഏത് ഡ്യൂ ഡേറ്റ് വേണമെങ്കിലും എടുക്കാം ബേസ് ഡേറ്റ് ആയിട്ട്. ഓക്കെ, പോയിന്റ് മനസ്സിലായില്ലേ? നോട്ട്സ് ഞാൻ അയച്ചു മക്കളെ. ഇനി while ascertaining the number of intervening days, okay, while ascertaining the number of intervening days, okay, അതായത് നമ്മൾ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്തില്ല മക്കളെ, നമ്മൾ ഇവിടെ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഡേയ്സ് ഫ്രം 3rd July, ഓക്കെ, അതിലുള്ള പോയിന്റാ പറയുന്നത്. ബിറ്റ്വീൻ ദി ബേസ് ഡേറ്റ് ആൻഡ് ഡ്യൂ ഡേറ്റ് ഓഫ് ഈച്ച് ട്രാൻസാക്ഷൻ ഇഗ്നോർ ദി ഫസ്റ്റ് ഡേറ്റ് ആൻഡ് ഇൻക്ലൂഡ് ദി ലാസ്റ്റ് ഡേറ്റ്. അക്കൗണ്ട് കാർഡിൽ എന്താണോ പഠിച്ചത് തന്നെയാണ്. ഫസ്റ്റ് ഡേറ്റ് എടുക്കണ്ട, ലാസ്റ്റ് ഡേറ്റ് എടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ ഇഫ് ഡ്യൂ ഡേറ്റ് ഈസ് ഇൻ ഫ്രാക്ഷൻ, അതായത് ഫ്രാക്ഷനിലാണ് നമുക്ക് ഡ്യൂ ഡേറ്റ് കിട്ടുന്നതെങ്കിൽ, ആവറേജ് ഡ്യൂ ഡേറ്റ് കിട്ടുന്നത് ഫ്രാക്ഷനിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് റൗണ്ട് ഓഫ് ചെയ്യണം. ഓക്കെ, ഇനി പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നമ്മൾ കണ്ടുപിടിച്ച ആവറേജ് ഡ്യൂ ഡേറ്റിനെ മുന്നേ ആയിട്ട് പേ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ പേ ചെയ്തത് ആവറേജ് 13th August അല്ലേ നമുക്ക് കിട്ടുന്ന മക്കളെ, 13th August അല്ലേ. ഈ 13th Augustന് മുന്നേ ഞാൻ പേ ചെയ്യുന്നുണ്ടെങ്കിൽ, 13th Augustന് മുന്നേ ഞാൻ പേ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ എനിക്ക് റിബേറ്റ് തരണം, റിബേറ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് തരണം. 13th Augustന് മുന്നേ ആയിട്ട് ഞാൻ പേ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ എനിക്ക് എന്ത് ചെയ്യണം? റിബേറ്റ് തരണം അല്ലെങ്കിൽ ഡിസ്കൗണ്ട് തരണം. 13th Augustന് ശേഷം ഞാൻ അയാൾക്ക് പേ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, 13th Augustന് ശേഷം ഞാൻ അയാൾക്ക് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മക്കളെ? ഓക്കെ ആണ് എല്ലാവരും? റിപ്പീറ്റ് ചെയ്യണം. ഇപ്പൊ ഓൾറെഡി എടുത്ത കാര്യങ്ങൾ മാത്രമേ ഞാൻ എന്റെ നോട്ട്സ് നോക്കിയിട്ട് വായിച്ചിരുന്നു, അത്രേ ഉള്ളൂ. ഫൈൻ. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഇല്ലസ്ട്രേഷൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഇല്ലസ്ട്രേഷൻ പറയുന്നതിന് മുന്നേ ഒരു 2 കാര്യം പറഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും? നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും, എനിക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ മക്കളെ, ശ്രദ്ധിക്കുക. ഡ്യൂ ഡേറ്റ് എടുക്കുമ്പോൾ ഡ്യൂ ഡേറ്റ്, ഇത് ചിലപ്പോ നിങ്ങൾക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഷെഫീഖ് സർ പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. ഓക്കെ, ഡ്യൂ ഡേറ്റ് എടുക്കുമ്പോൾ ഓക്കെ, ശ്രദ്ധിക്കല്ല, എല്ലാവരും റെഡി അല്ല? അതായത് മക്കളെ, ഡ്യൂ ഡേറ്റ് 15 August ആണ് ഡ്യൂ ഡേറ്റ്. 15 August പബ്ലിക് ഹോളിഡേ ആണ്. എന്താണ്? ഗാന്ധി ജയന്തി അല്ലെ? അല്ല, ഇൻഡിപെൻഡൻസ് ഡേ അല്ലെ? അങ്ങനെ ഞാൻ തോന്നുന്നു, അങ്ങനല്ലേ പറയുന്നു. 15 August എന്ന് പറഞ്ഞാൽ പബ്ലിക് ഹോളിഡേ. പബ്ലിക് ഹോളിഡേ എന്ന് പറയുന്നത് 15 മാത്രല്ലേ, സൺഡേസും പബ്ലിക് ഹോളിഡേ ആണ്. ശ്രദ്ധിക്കണേ, സൺഡേസും പബ്ലിക് ഹോളിഡേ. കാരണം നമുക്ക് മുന്നേ അറിയാം സൺഡേ ഹോളിഡേ, ഇന്ത്യയിൽ സൺഡേ പബ്ലിക് ഹോളിഡേ ആണ്. മക്കളെ, ഡ്യൂ ഡേറ്റ് പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ പ്രിസീഡിങ് ഡേറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡ്യൂ ഡേറ്റ് ആയിട്ട് എടുക്കണ്ടേ? പ്രീവിയസ് ഡേ. എന്തുകൊണ്ടാ? നമുക്ക് ഓൾറെഡി അറിയാം, നമുക്ക് ഈ കൊല്ലം തന്നെ അറിയാം അടുത്ത കൊല്ലം August 15 പബ്ലിക് ഹോളിഡേ ആണ്. ഓക്കെ, നമുക്ക് മുന്നേ കാരണം അറിയുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 14 August ആണ് ഈ കേസിൽ ഡ്യൂ ഡേറ്റ് എടുക്കേണ്ടത്. ഓക്കെ, ഡ്യൂ ഡേറ്റ് എപ്പോ എടുക്കേണ്ടത്? 14 August. മക്കളെ ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ചിലപ്പം പറയൂല ഇത് ഡ്യൂ ഡേറ്റ് ആണ് ചിലപ്പം പറയൂല. നിങ്ങൾ അത് മനസ്സിലാക്കണം. നിങ്ങളോട് 2nd October എന്ന് പറഞ്ഞു, 2nd October നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ തെറ്റി. 2nd October എന്ന് പറഞ്ഞാൽ എന്താണ്? 2nd October അല്ലേ? 2nd October എന്ന് പറഞ്ഞാൽ നമ്മളെ ഗാന്ധി
ഗാന്ധി ജയന്തി പബ്ലിക് ഹോളിഡേ. ക്വസ്റ്റ്യന് പറയണം നിർബന്ധമില്ല, ചിലപ്പോ ബ്രാക്കറ്റിൽ എഴുതൂല പബ്ലിക് ഹോളിഡേ, നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ആ കേസിൽ ഏതാ ഡ്യൂ ഡേറ്റ് എടുക്കുക? 14th ഓഗസ്റ്റ്. ഇനി നോർമൽ ഹോളിഡേ 21 ഓഗസ്റ്റിന് പെട്ടെന്ന് നിങ്ങൾ അറിയുന്ന നാളെ ഹോളിഡേ ആണ് 22 ഓഗസ്റ്റിന്. ഓക്കെ, അന്നേരം നിങ്ങൾ എന്താ ചെയ്യാ? അവിടെ നിങ്ങൾ എന്ത് ചെയ്യും? 23rd ഓഗസ്റ്റിനാണ് എന്ത് ചെയ്യാ ഡ്യൂ ഡേറ്റ് വരാം. 23rd ഓഗസ്റ്റിനാണ് ഡ്യൂ ഡേറ്റ് വരാം. മക്കളെ ഇത്രയേ ഉള്ളൂ. സാർ ഇങ്ങനെ ഡേറ്റ് വന്നാൽ അത് ഡ്യൂ ഡേറ്റ് ആക്കണ്ടല്ലോ, ബാക്കി ഡേറ്റ് ഇല്ലേ, അത് എടുത്താ പോരെ വേഗം? അങ്ങനല്ല മക്കളെ, ട്രാൻസാക്ഷന്റെ ബേസ് ഡേറ്റ് എടുക്കാനല്ല ഞാൻ പറയുന്നത്. ബേസ് ഡേറ്റ് എടുക്കുന്നതിന്റെ കഥയല്ല പറയുന്നത്. നമ്മൾ ഈ നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ, അതിനും വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ, അതിനാ ഞാൻ പറയുന്നത്. നിങ്ങളോട് ബേസ് ഡേറ്റ് എടുക്കാനല്ല പറയുന്നത്, നമ്പർ ഓഫ് ഡേയ്സ് എടുക്കുന്നതിലാ പറയുന്നത്. ഓക്കെ, പ്രശ്നമൊന്നുമില്ലാലോ ഇപ്പോ? എവരിവൺ ഓക്കെ? ക്ലിയർ? സൺഡേ വന്ന സാറ്റർഡേ ആയിക്കോ. സൺഡേ വന്നാ പറയൂ, അപ്പൊ പേടിക്കണ്ട. സൺഡേ വന്നാ പറയും. ഇപ്പൊ ടോട്ടൽ 16 പ്രാവശ്യം ഓണായി ഓഫായി. ഓക്കെ, എന്താ ചെയ്യാ? ഞാൻ മീറ്റിംഗ് എന്തെങ്കിലും ആക്കിയില്ല, ഇല്ല. നിങ്ങളെല്ലാം കംഫർട്ടബിളാ? ഇനിയിപ്പോ ഞാൻ നിങ്ങളോട് പറയുന്ന വെച്ചാല് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ശ്രദ്ധിക്കും. The following amounts are due. Okay, the following amounts are due. The following amounts are due to X by Y. X എന്ന് പറയുന്നത് Y കൊടുക്കാനുണ്ട്. Y X ന് കൊടുക്കാനുണ്ട്. Y wants to pay off. Yക്ക് എന്ത് ചെയ്യണം? ഞാൻ Y ആന്ന് വിചാരിച്ചു, ഞാൻ Y ആന്ന്. എനിക്ക് എന്ത് ചെയ്യണം? 18 മാർച്ചിന് കൊടുക്കണം, അല്ലെങ്കിൽ 14 ജൂലൈക്ക് കൊടുക്കണം. ഇൻട്രസ്റ്റ് റേറ്റ് 8% per annum is taken into consideration. അതിന് നമുക്ക് 4 ട്രാൻസാക്ഷൻ തന്നു. എന്റെ പറയുന്നത് ഡിറ്റർമിൻ ദ എമൗണ്ട് ടു ബി പെയ്ഡ് ഇൻ എ ആൻഡ് ബി. മക്കളെ, ഈ 2 ഡേറ്റും എന്റെ ആവറേജ് ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ ഞാൻ അയാൾക്ക് പേ ചെയ്യേണ്ടത് ഈ എമൗണ്ടിന്റെ പുറമെ ഇൻട്രസ്റ്റും പേ ചെയ്യണം. ഈ എമൗണ്ടിന് പുറമെ ഇൻട്രസ്റ്റും പേ ചെയ്യണം. പറയുന്ന മനസ്സിലാകുന്നുണ്ടാ? അതായത് ആവറേജ് ഡ്യൂ ഡേറ്റിനെ പേ ചെയ്താൽ മാത്രമേ എന്തുള്ളൂ? ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ലാണ്ട്. ഓക്കെ, അല്ലെങ്കിലോ എനിക്ക് ചിലപ്പോൾ ഡിസ്കൗണ്ട് കിട്ടും, ചിലപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യണം? ഞാൻ ഇൻട്രസ്റ്റ് കൊടുക്കണം. ഓക്കെ, അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം മക്കളെ ആവറേജ് ഡ്യൂ ഡേറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഞാൻ ബാക്കി ചെയ്യപ്പെട്ടു. പറയുന്ന മനസ്സിലാകുന്നുണ്ടാ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, റെസ്പോണ്ട് ഇല്ലാത്ത നമ്മൾ അശ്മതല്ല ഓർത്തു. അശ്മതല്ല പൊതുവെ ആരും കാണുന്നില്ല, അപ്പൊ അതാ പ്രശ്നം. നമ്മള് പിള്ളേരാ. നിങ്ങളെ റോൾ നമ്പറിൽ എത്രയാണ്? ഒന്ന് നമ്മുടെ പ്രീവിയസ് ബാച്ച്. ഓക്കെ, നമ്മുടെ റിപ്പീറ്റേഴ്സ് നമ്മൾ ഇതാക്കണ്ട, നമ്മള് പിള്ളേർ. ഓക്കെ, ഞാൻ അശ്മലാണ് 225. ബാക്കിയുള്ളവരോ? നീതോ കൊടുത്തു, ഫുൾ ഓൺ ഫുൾ പവർ. അൽത്താഫ് കൊടുത്തു, പിന്നെ എല്ലാരും നമ്മളെ പിള്ളേരാണ്. പാവ അവരാണ് സഹിക്കുന്നത്. കാരണം എക്സാം ഓരോന്ന് മാറ്റി വെക്കുമ്പോൾ എനിക്ക് ഓരോർക്കുമ്പോ സങ്കടമുള്ളൂ. ഇവരും മെയില് IPCC എഴുതാൻ പോകുന്ന പിള്ളേർ. ഞാൻ എന്നെ കുറിച്ചിട്ട് എത്ര ടെൻഷൻ. ആദ്യമെല്ലാം പുതിയ ബാച്ചാ, വെറുതെ ഇന്റെ പേര് വേണ്ട. ഇർഫാദ് വേണം, നാസിം വേണം, പേരിനെ മറന്നു. ചെയ്യും മക്കളെ, പെട്ടെന്ന് ചെയ്യും. റെസ്പോണ്ട് ചെയ്യണം. കുറെ ആൾ വേണം. നമ്മളെ ഫാമ വേണം, പിന്നെ സലീമ ഫൈദ, എല്ലാരെയും പേര് ഈ പ്രശ്നം. അതുല്യ, കുറെ ആളല്ലേ. മുസ്ലിങ്ങളുണ്ടല്ലേ. സ്വാലിയല്ലേ നമ്മളെ പുതിയ ബാച്ച്. എന്തിനാ പേര്? ടീന, എല്ലാരും ഉണ്ടല്ലേ. ഓക്കെ, വേഗം നോക്കും മക്കളെ. എനിക്ക് ലാസ്റ്റ് 2-3 കാര്യങ്ങളും കൂടി പറഞ്ഞ് ക്ലാസ് ഒഴിവാക്കണം. അത്രേ ഉള്ളൂ. ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്യും. നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കില്ല ഞാൻ. ഫുള്ള് ഹോംവർക്ക്. വേഗം നോക്കും. നിങ്ങൾക്കെല്ലാം വല്ല കംപ്ലൈന്റ് ഇല്ല. കുറെ പ്രോബ്ലം ചെയ്യുന്നത് മാറ്റി തരും.
അതായത് ഞാനിപ്പോ ആ ഇല്ലസ്ട്രേഷൻ 1ലേക്ക് തന്നെ പോകുകയാണ്. ശ്രദ്ധിക്കുക എല്ലാവരും. മക്കളെ 13th ഓഗസ്റ്റിന് പേ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാൻ 13th ഓഗസ്റ്റിന് പേ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും നഷ്ടമില്ല, അയാൾക്കും നഷ്ടമില്ല. സർ ഇത് തിയറി ആയിട്ട് പറഞ്ഞു പോകല്ലേ ചെയ്യുന്നത്, അതൊന്ന് പ്രൂവ് ചെയ്ത് തരണം. അതൊന്ന് പ്രൂവ് ചെയ്ത് തരണം. ശ്രദ്ധിക്കും, എല്ലാവരും ശ്രദ്ധിക്കും. ഓക്കെ, നോക്കിയാട്ടെ. നമുക്കുള്ള ഡേറ്റ്സ് എന്ന് പറയുന്നത്, ഓക്കെ, നമുക്കുള്ള ഡേറ്റ്സ് എന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചോ. 13th ഓഗസ്റ്റാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, എത്രയാണ്? 13th ഓഗസ്റ്റ്. ആവറേജ് ഡ്യൂ ഡേറ്റ് എപ്പോൾ എത്രയാണ് കിട്ടിയ? 13th ഓഗസ്റ്റ്. നമ്മുടെ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 3rd ജൂലൈ, 2nd ഓഗസ്റ്റ്, 11th സെപ്റ്റംബർ. 3rd ജൂലൈക്ക് ശ്രദ്ധിക്കുക എല്ലാവരും. 3rd ജൂലൈക്ക് പേ ചെയ്യേണ്ട എമൗണ്ട് ഞാൻ 13th ഓഗസ്റ്റിനാണ് പേ ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇല്ലസ്ട്രേഷൻ 2 എല്ലാവരും ലിസൺ ചെയ്യും. ഇല്ലസ്ട്രേഷൻ 2 അവിടെ പെൻഡിങ് വെക്ക്. ഇല്ലസ്ട്രേഷൻ 2ന്റെ ആൻസർ May 21 ആണ്. അത് അവിടെ പെൻഡിങ് വെക്ക്. ഞാനിപ്പോ പോകുന്ന ഇല്ലസ്ട്രേഷൻ 1 പ്രൂവ് ചെയ്യാൻ പോകുന്നത് 13th ഓഗസ്റ്റിന് പേ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും ലാഭില്ല, അയാൾക്കും ലാഭില്ല. എനിക്കും നഷ്ടമില്ല, അയാൾക്കും നഷ്ടമില്ല. പ്രൂവ് ചെയ്യാൻ പോയത്. ശ്രദ്ധിക്കുക എല്ലാവരും, ശ്രദ്ധിക്കുക. 13th ഓഗസ്റ്റിന് 3rd ജൂലൈക്ക് പേ ചെയ്യേണ്ട എമൗണ്ട്, 3rd ജൂലൈക്ക് ഞാൻ പേ ചെയ്യേണ്ട എമൗണ്ട് 13th ഓഗസ്റ്റിനാണ് പേ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ ഞാൻ എന്ത് ചെയ്യണം? അയാൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ശരിയല്ലേ? ഇൻട്രസ്റ്റ് കൊടുക്കണം. അതായത് ശ്രദ്ധിക്ക്, 4th ജൂലൈ മുതലാണ് ഞാൻ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. അതായത് 27 ദിവസം, 27 + 13 എത്രയാ വരാം? 41 ദിവസം. 41 ഓൾറെഡി നമുക്ക് അറിയുന്ന ദിവസം. ഓക്കെ, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക എല്ലാവരും, 500 രൂപ 41 ദിവസം ലേറ്റ് ആയിട്ട് പേ ചെയ്യുമ്പോൾ 5% ഇൻട്രസ്റ്റ് റേറ്റ്. ഫോർ എക്സാമ്പിൾ 5% ഇൻട്രസ്റ്റ് റേറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു എമൗണ്ട് ഇൻട്രസ്റ്റ് കൊടുക്കണം. എത്ര കിട്ടുന്ന മക്കളെ? കാൽക്കുലേറ്റ് ചെയ്താട്ടെ. 500 × 5% × 41 / 365 2.81. തൽക്കാലം ഞാൻ അങ്ങനെ റൗണ്ട് ഓഫ് ചെയ്തു. എല്ലാവരും റെഡി അല്ല? ഓക്കെ അല്ല? മനസ്സിലാവുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്യും. ശ്രദ്ധിക്കും മക്കളെ, ശ്രദ്ധിക്കും. ഫസ്റ്റ് ശ്രദ്ധിക്കണം, അല്ലാണ്ട് വെറുതെ. ഓക്കെ, ശ്രദ്ധിക്കും. വെയിറ്റ് മക്കളെ. 13th ആണ് ആവറേജ് ഡ്യൂ ഡേറ്റ്. അതായത് നമ്മൾ എന്താ പറയുന്നത്? 13th പേ ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് വരൂല. അങ്ങോട്ടും ഇല്ല, ഇങ്ങോട്ടും ഇല്ല ഇൻട്രസ്റ്റ്. അല്ലെങ്കിൽ അങ്ങോട്ട് ഇൻട്രസ്റ്റ് ഇല്ല, ഇങ്ങോട്ടേക്ക് ഡിസ്കൗണ്ട് ഇല്ല. ഇതാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മളോട് പറയുന്നത്. എന്നിട്ട് 3rd ജൂലൈക്ക് പേ ചെയ്യേണ്ട എമൗണ്ട് നമ്മൾ എപ്പോൾ പേ ചെയ്ത്? 13th ഓഗസ്റ്റിന്. കാരണം 13th ഓഗസ്റ്റിന് പേ ചെയ്ത് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ പേ ചെയ്യുന്നത്. 3rd ജൂലൈക്ക് പേ ചെയ്യേണ്ട എമൗണ്ട് 13th ഓഗസ്റ്റിനാണ് പേ ചെയ്യുന്നത്. അതായത് 41 ദിവസം ലേറ്റ് ആയിട്ട്. മക്കൾ 41 ദിവസം ലേറ്റ് ആയിട്ട് പേ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ? 41 ദിവസം ലേറ്റ് ആയിട്ട് പേ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ? കൊടുക്കണം. അതാണ് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 500 × 41/365 × 5%. 2.81 ആൻസർ കിട്ടും. 2.81 ആൻസർ കിട്ടും. മക്കളെ, രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്ക്. 2nd ഓഗസ്റ്റിന് ഞാൻ പേ ചെയ്യുന്ന എമൗണ്ട് ആണ്. 2nd ഓഗസ്റ്റിന് ഞാൻ പേ ചെയ്യുന്നത് 13 ഓഗസ്റ്റിനാണ്. ഞാൻ എപ്പോ പേ ചെയ്യുന്നത്? 13 ഓഗസ്റ്റ്. ഞാൻ എപ്പോ പേ ചെയ്യേണ്ടത്? 2nd ഓഗസ്റ്റ്. ശ്രദ്ധിക്കേ, 2nd ഓഗസ്റ്റിന് എമൗണ്ട് 13th ഓഗസ്റ്റിന് പേ ചെയ്യുമ്പോൾ 3rd ഓഗസ്റ്റ് 2 കൂട്ടണ്ട, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 11 ദിവസം ലേറ്റ്. 11 ദിവസം ലേറ്റ്, അല്ലെങ്കിൽ 13 2 പോയാൽ മതി. 11 ദിവസം ലേറ്റ് ആയിട്ട് പേ ചെയ്യുമ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. എത്ര പൈസക്ക്? 800 രൂപക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. 800 × 5% × 11 / 365 എത്ര വരാം? 800 × 5% × 11 / 365. That is equal to 1.21. 1.21. മക്കളെ, ഈ 1.21 + 2.81 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4.02 കിട്ടും. 4.02 ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 4.02. ഞാൻ അയാൾക്ക് കൊടുക്കേണ്ടത്, ഞാൻ 13 ഓഗസ്റ്റിന് അയാൾക്ക് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ 4.02 ഇൻട്രസ്റ്റ് കൊടുക്കണം. മനസ്സിലാവുന്നില്ല പറയുന്നത്? കത്തുന്നുണ്ടാ? സാറിലെ പറഞ്ഞ ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കണ്ട. വെയിറ്റ് ചെയ്യും മക്കളെ, വെയിറ്റ് ചെയ്യും. ശ്രദ്ധിക്ക് മക്കളെ, ഞാനിത് 11 സെപ്റ്റംബറിന് കൊടുക്കേണ്ട പൈസ. എപ്പാ കൊടുക്കണ്ടേ? 11 സെപ്റ്റംബർ. പക്ഷെ ഞാൻ എപ്പാ കൊടുക്കുന്നത്? 13th ഓഗസ്റ്റ്. അതായത് നേരത്തെ കൊടുക്കുമ്പോൾ എനിക്ക് റിബേറ്റ് കിട്ടും, ഡിസ്കൗണ്ട് കിട്ടും. 11 സെപ്റ്റംബറിന് പേ ചെയ്യേണ്ട എമൗണ്ട് ഞാൻ 13th ഓഗസ്റ്റിനാണ് പേ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പേ ചെയ്യും. അവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യും.
നമുക്ക് ഇങ്ങോട്ടേക്ക് ഇൻട്രസ്റ്റ് കിട്ടും അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ഡിസ്കൗണ്ട് കിട്ടും. ശ്രദ്ധിക്കും എത്ര എമൗണ്ട് വരുന്നത് 1000 രൂപ. ഓക്കെ 1000 ഇൻറ്റു 5% ഇൻറ്റു ഓക്കെ 13th ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ 11 വരെ കുട്ടിയാണ് മക്കളെ. 31 11 13 പോയി കഴിഞ്ഞാൽ ഓക്കെ 18 കിട്ടും. 18 + 11 എന്ന് പറയുമ്പോൾ 29 കിട്ടും. എത്ര കിട്ടും? 29. മക്കളെ ശരിയല്ലേ ഞാൻ പറയുന്നത്? 29 ആണല്ലേ കിട്ടുന്നത്? ഓക്കെ 29 അല്ലേ കിട്ടുന്നത്? ശരിയല്ലേ? യെസ് 29/365 നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 1000 ഇൻറ്റു 5% ഇൻറ്റു 29/365 then you will get ഓക്കെ മക്കളെ 3.97 കിട്ടും. എത്ര കിട്ടും ആൻസർ? 3.97. 8 ആക്കാൻ പറ്റില്ല. 3.97. ഓക്കെ മക്കളെ ശ്രദ്ധിച്ചാട്ടെ. 3.97 നമുക്ക് കിട്ടുന്നത് 3.97 മൈനസ് 4.02 0.05 0.5 അല്ല 50 പൈസയല്ല മിസ്റ്റേക്ക്. 5 പൈസന്റെ പ്രശ്നം. 5 പൈസ അത് ജസ്റ്റ് റൗണ്ടിങ് ഓഫിന്റെ പ്രശ്നം. അത് റൗണ്ടിങ് ഓഫിന്റെ പ്രശ്നം. മക്കളെ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ നോക്കിയാട്ടെ എനിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് നമുക്ക് ഇത് റൗണ്ട് ഓഫ് ചെയ്യാം തൽക്കാലം 4 ഇതും നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം 4 ഓക്കെ 2 4 റൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയാൾക്ക് കൊടുക്കേണ്ടത് 4 rupees, അയാൾ നമുക്ക് തരേണ്ടതും 4 rupees. നമ്മൾ അയാൾക്ക് കൊടുക്കേണ്ടതും 4 rupees, അയാൾ നമുക്ക് തരേണ്ടതും 4 rupees. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മക്കളെ? ഇപ്പൊ ഞാൻ പ്രൂവ് ചെയ്തതാണ്. ഇതാണ് സംഭവം. ഞാൻ പറഞ്ഞില്ല ഇതൊരു പെർമുറ്റേഷൻ കോമ്പിനേഷൻ. ഇത് എങ്ങനെയാണ് സാറേ കിട്ടുന്നത്? മക്കളെ ഇതൊരു ഫോർമുല ഏതെല്ലോ ആൾക്കാർ ഉണ്ടാക്കിയതാണ്. ഹെൻസ് പ്രൂവ്ഡ്. അതാണ് സംഭവം. സത്യമായിട്ട് പറയുന്നുണ്ട് ഇത് പെർമുറ്റേഷൻ കോമ്പിനേഷൻ. നമ്മൾ പ്രൂവ് ചെയ്ത് കൊടുക്കണം. വേണ്ട ഇത് നമ്മള് നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രൂവിങ് ഒരു പരിപാടിയില്ല. നിങ്ങളോട് ആവറേജ് ഡ്യൂ ഡേറ്റ് ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് ഇപ്പൊ നേരത്തെ രണ്ടാമത്തെ ഇല്ലസ്ട്രേഷൻ കാണുന്നില്ല അതേപോലെ ചോദ്യം ചോദിക്കും. ഈ ഡേറ്റിന് പേ ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര എമൗണ്ട് പേ ചെയ്യണം, ഈ ഡേറ്റിന് പേ ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര എമൗണ്ട് പേ ചെയ്യണം. ഓക്കെ ആ വെയിറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്തിനാ 8% അതിന് ഇൻട്രസ്റ്റ് റേറ്റ് വെയിറ്റ് ഇവിടെ 5% നമ്മൾ എടുത്തിട്ടില്ലേ? ഇവിടെ 5% നമ്മൾ എടുത്തിട്ടില്ലേ? അവിടെ സ്പെസിഫിക് ആയിട്ട് തന്നാ ഇവിടെ 5% എസ്യൂംഡാ. നിങ്ങൾ 10% എടുത്തോ, രണ്ടിടത്തും 10 എടുത്താൽ മതി, അത്രേ ഉള്ളൂ. 20 എടുത്തോ, രണ്ടിടത്തും 20 എടുത്താൽ മതി. മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ടാ? ഓക്കെ അങ്ങനെ ഞാൻ പ്രൂവ് ചെയ്തത്. ഇതേപോലെ ഞാൻ അക്കൗണ്ട് കറണ്ടിലും പ്രൂവ് ചെയ്ത് തന്നിട്ടുണ്ട് മക്കളെ. സാധാ കാൽക്കുലേഷനും അക്കൗണ്ട് കറണ്ട് കാൽക്കുലേഷനും രണ്ടും പ്രൂവ്ഡ് ആവുന്നത് ഇൻട്രസ്റ്റ് കിട്ടുന്നത് സെയിം ആണ്. ഓക്കെ ഇനി ശ്രദ്ധിക്കും. ക്വസ്റ്റ്യൻ നമ്പർ ഇല്ലസ്ട്രേഷൻ 2 മക്കളെ. ഇല്ലസ്ട്രേഷൻ 2 നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ എല്ലാവരും ഞാൻ ജസ്റ്റ് ടിക്ക് ചെയ്യും മക്കളെ. നമ്മളിപ്പോ ഡ്യൂ ഡേറ്റിന് 2 കോൾ ആക്കുന്നുണ്ട്. കാരണം ആക്ച്വൽ ഡ്യൂ ഡേറ്റ് അല്ല, നോർമൽ ഡ്യൂ ഡേറ്റ്. ഓക്കെ നോർമലി ആക്ച്വൽ. ഓക്കെ നോർമൽ എത്രയാ? 10th January, 26th January, 23rd March, 18th August. എന്റെ ഓർമ്മയില് 26th January എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക് ഡേ ആണ്. എന്നാൽ അത് പബ്ലിക് ഹോളിഡേ, അതുകൊണ്ട് 25th January ആണ്. ഓക്കെ പിന്നെ 18th August ക്വസ്റ്റ്യനിൽ പറയുന്നത് സൺഡേ ആണ്. ഓക്കെ അതുകൊണ്ട് അതെന്ത് ചെയ്ത് 17th August ആയി. ഇതാണ് ഡ്യൂ ഡേറ്റ്. നമ്മൾ ബേസ് ഡേറ്റ് എത്ര എടുത്തത്? 10th January. എത്ര എടുത്തത്? 10th January. മക്കളെ നമ്മൾ എന്ത് നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്ത്. ഇതൊന്നും ആർക്കും ഡൗട്ട് ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടാ? ഞാൻ ഡിസ്കസ് ചെയ്യണം. ഞാൻ ഡിസ്കസ് ചെയ്യണം മക്കളെ. ഓക്കെ ശ്രദ്ധിക്കും. ഓക്കെ ഫൈൻ. അതായത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടി, അതേപോലെ എമൗണ്ട് കിട്ടി. നിങ്ങൾ എന്ത് ചെയ്ത് 10th January ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 131 days കിട്ടി. 131 10th January 131 days ആഡ് ചെയ്യണം. 131 എന്ന് പറയുമ്പോൾ 10th January നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് 10th January 31 ദിവസമാണ്. 31 ദിവസം. ആ 21 ദിവസം ഫസ്റ്റ് എന്ത് ചെയ്യാം? 131 കുറക്കാം. ഓക്കെ 21 days കുറക്കാം. ജാനുവരി കഴിഞ്ഞു പിന്നെ എന്ത് ചെയ്യാം? ആ 110 ഓരോന്നും സർ ഡിവൈഡ് ചെയ്ത 130.23 കിട്ടുന്നത്. 130.23 കിട്ടുന്നത്. അതെ ഓക്കെ 130.23 കിട്ടും. ഓക്കെ വെയിറ്റ് അതായത് മക്കളെ
ഇഫ് ഡ്യൂ ഡേറ്റ് ഈസ് ഇൻ ഫ്രാക്ഷൻ റൗണ്ട് ഇറ്റ് ഓഫ് എന്നാ പറയുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചറിയോ? ഓക്കെ, ഞാൻ ലോജിക്കാ പറഞ്ഞത്. അവര് പറയുന്ന വെച്ചാൽ എങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾ നെക്സ്റ്റ് നമ്പറിലേക്ക് റൗണ്ട് ഇറ്റ് ഓഫ് ചെയ്യും. നെക്സ്റ്റ് നമ്പറിലേക്ക്, നെക്സ്റ്റ് ഡേയിലേക്ക് എടുത്തോ. അതായത് പോയിന്റിന്റെ മേലെ എന്ത് എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. പോയിന്റിന്റെ മേലെ എന്ത് എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നെക്സ്റ്റ് നമ്പറിലേക്ക്, നെക്സ്റ്റ് ഡേയിലേക്ക് എടുത്തോ. 130, അതായത് നിങ്ങൾക്ക് 0.23 കിട്ടും. നിങ്ങൾ പറഞ്ഞ ശരിയാണ്. ഓക്കെ, 0.23 കിട്ടുന്നതുകൊണ്ട് നിങ്ങൾ അതെന്ത് ചെയ്യുക, 131 ഡേയ്സ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5ന്റെ കൺസെപ്റ്റ് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പോയിന്റ് നോക്കണം. പോയിന്റ് വന്നാൽ നെക്സ്റ്റ് ഡേയിലേക്ക് എടുത്താൽ മതി, അത്രേ ഉള്ളൂ. പോയിന്റ് വന്നാൽ നെക്സ്റ്റ് ഡേയിലേക്ക് എടുത്താൽ മതി. ഓക്കെ, ശ്രദ്ധിക്കല്ല. നിങ്ങൾക്ക് 21 മെയ് ആ കിട്ടുന്നത്. അത് എങ്ങനെ കിട്ടുന്നത്? ജാനുവരി കംപ്ലീറ്റ് ആയി. ജാനുവരി കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇനി ബാക്കിയുള്ള 110 ദിവസം, 110 ദിവസം. ആ 110 ഫെബ്രുവരി 28 മൈനസ് ചെയ്യാം. ഓക്കെ, ഫെബ്രുവരി 28. അതേപോലെ മാർച്ച് 31 മൈനസ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി ബാക്കിയുള്ള 51 ദിവസം. അതിൽ നിന്ന് ഏപ്രിൽ 30 മൈനസ് ചെയ്യാം. പിന്നെ ഉള്ളത് 21 ദിവസം, മെയ് 21. അങ്ങനെയാണ് മെയ് 21. മക്കളെ എല്ലാവരും ഒന്നും കൂടി ശ്രദ്ധിച്ചോ. നിങ്ങൾക്കുള്ളത് കാൽക്കുലേറ്ററിൽ 131 ഡേയ്സ് എടുക്കും. 131 ഡേയ്സ്. മക്കളെ ജാനുവരിയിലുള്ളത് 21 ദിവസം. ഫസ്റ്റ് ആ 21 മൈനസ് ചെയ്യാം. ജാനുവരി കഴിഞ്ഞു. ജനുവരി തന്നെ ഫെബ്രുവരിയിൽ 28 ദിവസം മൈനസ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ബാക്കി കിട്ടും, സോറി, 131 മൈനസ് 21 മൈനസ് 28, നിങ്ങൾക്ക് 82 കിട്ടും. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, മാർച്ച് 31 മൈനസ് ചെയ്യും. ഏപ്രിൽ 30 മൈനസ് ചെയ്യും. ഏപ്രിൽ 30 കഴിഞ്ഞില്ലേ, ഞാൻ അടുത്ത മെയ് അല്ലേ, അതിന് 21 ദിവസം ബാക്കി, ഒരു മാസം കൂടി ഒന്നും ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാം, മെയ് 21 എടുക്കുക. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ, മെയ് 21 എടുക്കുക. ഓക്കെ, ശ്രദ്ധിക്കും. നമ്മളോട് പറയുന്ന വെച്ചാൽ എല്ലാവരും ശ്രദ്ധിച്ച ഏതാണ് കൺസെപ്റ്റ് വരുന്നത്, ഏതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യന്റെ മെയിൻ ഏരിയ വരുന്നത്. സർ ഈ 110 എന്താ മക്കളുടെ പ്രശ്നം? കണക്ഷൻ പോകുന്നുണ്ട്. കിട്ടുന്ന ക്ലാസ് ശരിക്കും ബ്രേക്ക് ആവുന്നു. നോക്കൂ മക്കളെ, എന്താണെന്ന് അറിയില്ല. ഒരാൾക്ക് പ്രശ്നം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഫൈൻ. എല്ലാവരും റെഡി? കുറെ ആൾ പറയുന്നുണ്ട്. ഇനി എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക. അതായത് നമ്മളോട് പറയുന്ന വെച്ചാല്, നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ മക്കളെ. ആവറേജ് ഡ്യൂ ഡേറ്റ് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ. ഡിറ്റർമിൻ ദ എമൗണ്ട് ടു ബി പെയ്ഡ് ഇൻ 18th മാർച്ച്. 18 മാർച്ചിന് നിങ്ങൾ പേയ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ, 18th മാർച്ചിന് നിങ്ങൾ പേയ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ എത്രയാണ്? 18th മാർച്ചിന് നിങ്ങൾ പേയ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ 18th മാർച്ചിന് നിങ്ങൾ പേയ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര എമൗണ്ട് പേ ചെയ്യണം? മക്കളെ ശ്രദ്ധിക്കുക. 21 മെയ്യാ നമ്മുടെ ആവറേജ് ഡ്യൂ ഡേറ്റ്. നിങ്ങളുടെ ആവറേജ് ഡ്യൂ ഡേറ്റ് എത്രയാണ്? 21 മെയ്. 21 മെയ്ന്റെ മുന്നേ നിങ്ങൾ പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് റിബേറ്റ് ആവും. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പേ ചെയ്യും. 21 മെയ്ക്ക് പേ ചെയ്താൽ ഇൻട്രസ്റ്റ് ഇല്ല, ഡിസ്കൗണ്ട് ഇല്ല. 21 മെയ്ന്റെ മുന്നേ പേ ചെയ്യുന്നുണ്ടെങ്കിൽ റിബേറ്റ് ആവും. റിബേറ്റ് ആവും, ശ്രദ്ധിക്കണേ. ഇനി രണ്ടാമത്തെ കേസിൽ എന്താ പറയുന്നത്? 14th ജൂലൈ. 14th ജൂലൈ എന്ന് പറഞ്ഞാൽ എന്താ? 21st മെയ് കഴിഞ്ഞതിന് ശേഷം. 21st മെയ് കഴിഞ്ഞതിന് ശേഷം. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. കാരണം നമ്മൾ 21st മെയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് വരില്ല. പക്ഷെ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. ഓക്കെ, മനസ്സിലായിക്കോ? റിബേറ്റ് വരുന്നുണ്ട്. നമ്മൾ അയാൾക്ക് കൊടുക്കാനുള്ളത് 8,500 രൂപ. എത്ര കൊടുക്കാനുള്ളത്? 8,500 രൂപ. റിബേറ്റ് ആണെങ്കിൽ എമൗണ്ട് കുറയും, ഇൻട്രസ്റ്റ് ആണെങ്കിൽ എമൗണ്ട് കൂടും. റിബേറ്റ് ആണെങ്കിൽ എമൗണ്ട് കുറയും, ഇൻട്രസ്റ്റ് ആണെങ്കിൽ എമൗണ്ട് കൂടും. അതേ ലോജിക്കാ. ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ നമ്മൾ പൈസ കുറവല്ലേ കൊടുക്കേണ്ടത്? ഇൻട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ കൂടുതലല്ലേ കൊടുക്കേണ്ടത്? അത്രയും പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ശ്രദ്ധിക്കണ്ട. നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിസ്കൗണ്ട്. ഓക്കെ,
നിങ്ങളെ ഡിസ്കൗണ്ട് കണ്ടുപിടിക്കണം. ഡിസ്കൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കണം ശ്രദ്ധിക്കുക എല്ലാവരും റെഡി? 8500 റുപ്യയിൽ അയാൾക്ക് നമ്മൾ കൊടുക്കാനുള്ളത്. 8500 റുപ്യയിൽ നമ്മൾ അയാൾക്ക് ടോട്ടലായിട്ട് കൊടുക്കാനുള്ളത്. ഓക്കെ, 8500 ടോട്ടലായിട്ട് കൊടുക്കാനുള്ളത്. ഡൗട്ടൊന്നും ഇല്ലാലോ, പ്രശ്നമൊന്നും ഇല്ലാലോ? ഫൈൻ. ഓക്കെ, 8500 എത്ര ഇൻട്രസ്റ്റ് റേറ്റ്? 8%. എത്ര ഇൻട്രസ്റ്റ് റേറ്റ്? 8%. 8500 × 8%. 8500 × 8%. 8500 × 8%. ഓക്കെ, ഫുൾ ഒരു കൊല്ലത്തേക്കാ? അല്ല, ഒരു കൊല്ലത്തേക്കല്ല. ഡേറ്റ് ഇവിടെയും ഡേറ്റ് ഇമ്പോർട്ടൻറ്റ്, ഇവിടെയും ഡേറ്റ് ഇമ്പോർട്ടൻറ്റ്. ശ്രദ്ധിക്കല്ല. 8500 × 8%. ഏത് ഡേറ്റ് മുതൽ? മക്കളെ ശ്രദ്ധിക്കേ, 18 മാർച്ചിനാണ് നമ്മൾ പേ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ പേ ചെയ്യേണ്ടത് 21 മെയ്ക്കാണ്. ശരി, 21 മെയ്ക്കാ. 21 മെയ്ക്ക് പേ ചെയ്താൽ നമുക്ക് ഇൻട്രസ്റ്റ് വരൂല. 21 മെയ്ക്ക് പേ ചെയ്ത ഇൻട്രസ്റ്റ് വരില്ല. അതുകൊണ്ട് നിങ്ങൾ എടുക്കേണ്ട ഡേയ്സ് റിബേറ്റ് ഓർ ഡിസ്കൗണ്ട് കാൽക്കുലേഷനിൽ, ഓക്കെ, റിബേറ്റ് ഓർ ഡിസ്കൗണ്ട് കാൽക്കുലേഷനിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇൻട്രസ്റ്റ് ഡേയ്സ് എന്ന് പറയുന്നത്, ഡേയ്സ് നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണേ. പേയ്മെന്റ് ഡേറ്റ് മുതൽ ആവറേജ് ഡ്യൂ ഡേറ്റ് വരെ. പേയ്മെന്റ് ഡേറ്റ് മുതൽ ആവറേജ് ഡ്യൂ ഡേറ്റ് വരെ. നമ്മൾ നേരത്തെ ഓരോന്നായിട്ടല്ലേ എടുത്തത്. അങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ ടൈം കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് അങ്ങനെ എടുക്കണ്ട, ഇങ്ങനെ ചെയ്തു. ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും മക്കളെ. നമ്മൾ നേരത്തെ ചെയ്തിട്ടില്ലേ? അങ്ങനെ ചെയ്തതിനാൽ ബുദ്ധിമുട്ടാവും. അത് ചെയ്യണ്ട, ഇപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി. ഇതാണ് കറക്റ്റ്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ മക്കളെ? നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തത് അതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് കൺവിൻസ് ചെയ്യണം നിങ്ങൾ മക്കളെ. ഞാൻ പറയുന്നത് വെച്ചാൽ ഡിസ്കൗണ്ട് കണ്ടുപിടിക്കണം. ഡിസ്കൗണ്ടോ ഇൻട്രസ്റ്റോ വാട്ടെവർ നിങ്ങൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നുമില്ല, നിങ്ങൾ ഏത് ഡേറ്റിനാണോ പേ ചെയ്യുന്നത് ആ ഡേറ്റ് മുതൽ ആവറേജ് ഡ്യൂ ഡേറ്റ് വരെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഏത് ഡേറ്റിനാണോ പേയ്മെന്റ് നടത്തുന്നത് ആ ഡേറ്റ് മുതൽ ആവറേജ് ഡ്യൂ ഡേറ്റ് വരെ. ഇവിടെ എപ്പാ പേ ചെയ്യുന്നത്? 18th മാർച്ച്. 18th മാർച്ച് മുതൽ 21 മെയ് വരെ. 18th മാർച്ച് മുതൽ 21 മെയ് വരെ. കുടിക്കോ 18th മാർച്ച് മുതൽ 21 മെയ്. 18th മാർച്ചിന് 13 ദിവസം മാർച്ചിൽ. കാരണം 31 18 പോയിക്കാൻ എത്ര? 31 18 പോയ 13. പിന്നെ ഏപ്രിൽ 30 ദിവസം, മെയ്യില് 21 ദിവസം. യു വിൽ ഗെറ്റ് 64. ശരിയല്ലേ? into 64 divided by 365. അതായത് 8,500 into 8% into 64 divided by 365. That is equal to 111.23. മക്കളെ ഇത് എമൗണ്ട് ആണ്. വേണമെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. 19.23 എന്ന് പറഞ്ഞാൽ റൗണ്ട് ഓഫ് ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്യാം. 50 പൈസ 23 പൈസക്കൊന്നും വില തന്നെ ഇപ്പില്ല. ഓക്കെ, അതായത് ശ്രദ്ധിക്കേണ്ടത് എമൗണ്ട് ടു ബി പെയ്ഡ് എന്ന് പറയുന്നത് 8500 ആണ് കൊടുക്കാനുള്ളത്. നമ്മൾ നേരത്തെ കൊടുക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യണം? 119 നമുക്ക് ഡിസ്കൗണ്ട് കിട്ടണം. അതായത് 8500 119 ഡിസ്കൗണ്ട് വെച്ച് എത്ര പൈസ പേ ചെയ്യേണ്ടത്? 8380.77. മക്കളെ ഇത് വേണമെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ട്? 8380.77. മക്കളെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? സർ എങ്ങനെയാ സർ ഈ 64 കിട്ടിയ? ഡൗട്ട് ഉണ്ടാ? 64 കിട്ടിയത് ഡൗട്ട് ഉണ്ടാ? ചോദിക്കണേ, പഠിക്കണേ, അത്രേ വേണ്ടു. ഓക്കെ, അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് അക്കൗണ്ട് കറന്റ് പ്രിപ്പറേഷൻ ഡേറ്റ് മുതൽ, ഓക്കെ, സോറി, അതായത് ആവറേജ് ഡ്യൂ ഡേറ്റ് മുതൽ പേയ്മെന്റ് ഡേറ്റ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് ഡേറ്റ് വേണമെങ്കിലും എടുക്കാം. ശ്രദ്ധിക്കാൻ എല്ലാവരും. നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ ഡിസ്കൗണ്ട് എന്ന് മനസ്സിലായത്? കാരണം നമ്മൾ നേരത്തെയാ പേ ചെയ്തത്. 18 മാർച്ചിനാ പേ ചെയ്തത്. നമ്മൾ ഇവിടെയോ ലേറ്റ് ആയിട്ടാ പേ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ഇൻട്രസ്റ്റ് സെയിം കോൺസെപ്റ്റ് തന്നെ മക്കളെ. 8500 × 8% into 14 ജൂലൈ. ഓക്കെ, 21 മെയ്ക്ക് നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട് 14 ജൂലൈക്കാ പേ ചെയ്യുന്നത്. എന്നാൽ ദിവസം എത്ര വരും? മെയ്യിൽ 31 ദിവസം. 31 21 പോയി കഴിഞ്ഞാൽ 10 കിട്ടും. ഓക്കെ, മെയ്. ജൂൺ 30 ആണ് എന്റെ അറിവില്. ജൂൺ 30. ഓക്കെ, ജൂലൈ എന്ന് പറഞ്ഞാൽ ആദ്യം 14 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 54 ഡേയ്സ് കിട്ടും. എത്ര? 54 days. 54 by 365. That is equal to 8,500 into 8% into 54 divided by 365. That is equal to 100.60.
100 രൂപ ഞാൻ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. 100 രൂപ ഞാൻ ഇൻട്രസ്റ്റ് കൊടുക്കണം. അതായത് amount to be paid equal to 8,500 plus 100.60. That is equal to 8,600.60. 8,600.60. മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ഫൈൻ. നിങ്ങൾ പെട്ടെന്ന് ചെയ്താട്ടോ മക്കളെ, പെട്ടെന്ന് ചെയ്ത. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, പ്രശ്നമാക്കണ്ട. സാർ ഇവിടെ ഇയാൾക്ക് നേരത്തെ നമ്മൾ കൊടുത്താൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടില്ലേ? സാർ ഇവിടെ ഇയാൾക്ക് നേരത്തെ നമ്മൾ കൊടുത്താൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടല്ലേ? ആ കിട്ടുന്നുണ്ട്, ആ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. എന്തെങ്കിലും കാൽക്കുലേഷൻ മക്കൾ, ഇതൊക്കെ കാൽക്കുലേഷൻ ചാപ്റ്റേഴ്സ് ആണ്. ഇന്നത്തെ കഴിഞ്ഞാൽ മതിയാ? ഇത്ര മതിയാ? എന്നാൽ ഞാൻ എപ്പോ തീർക്കാം? സാലി സാർ 10-ാം തീയതി എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. സാലി സാർ നമ്മ പ്ലാൻ എല്ലാം ഇട്ടിട്ടുണ്ടോ നിങ്ങൾക്ക്? പ്ലാന് പഠിക്കൂ. പ്ലാൻ നാളെ തൊട്ടിട്ടാണ്. നാളെ 16 hours. അടിപൊളി. ഇനി നമ്മള് ഇപ്പൊ പറഞ്ഞെന്ന് വെച്ചാൽ എന്താണ്? സാധാ എമൗണ്ട് കൊടുക്കാനുള്ളതാണ്. ഇനിയിപ്പോ നമ്മൾ ചിലപ്പോ ബിൽസ് റിസീവബിളോ ബിൽസ് പേയബിളോ ആണെങ്കിലോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിൽ മക്കൾ അവിടെ ഡേയ്സ് ഓഫ് ഗ്രേസിന്റെ കൺസെപ്റ്റ് വരും. ഓക്കെ, നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യും? അവര് 2 month, ഓക്കെ 1 month അങ്ങനെയെല്ലാം പറഞ്ഞ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇത് തരും, ഡ്യൂ ഡേറ്റ് തരും. ഓക്കെ, ഡ്യൂ ഡേറ്റ് എന്ന് പറയുമ്പോൾ 2 month, 1 month, 3 month അങ്ങനെയൊക്കെ തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതിന്റെ കൂടെ ഡേയ്സ് ഓഫ് ഗ്രേസ് ആഡ് ചെയ്യണം. ഓക്കെ, അതായത് ഡേയ്സ് ഓഫ് ഗ്രേസ് ആഡ് ചെയ്യണം. നമ്മൾ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ബില്ലിന്റെ പീരീഡ് സ്പെസിഫിക് ആയിട്ട് നിങ്ങളോട് പറയുന്നത്. ബില്ലിന്റെ പീരീഡ് നിങ്ങളോട് സ്പെസിഫിക് ആയിട്ട് എന്താ പറയുന്നത്? അതായത് 1 മാസം, 2 മാസം അങ്ങനെയൊക്കെ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ കൂടെ ഡേയ്സ് ഓഫ് ഗ്രേസും ആഡ് ചെയ്യണം. ഓക്കെ, ഇതാണ് ഞാനിപ്പോ, ഇതും ഫസ്റ്റ് മെത്തേഡിൽ തന്നെ വരുന്നതാണ്. ഓക്കെ, ഒരു മിനിറ്റ് മക്കളെ. അതായത് അതിനെ നമ്മൾ പറയാം മെച്യൂരിറ്റി ഡേറ്റ്. എന്താ പറയാ? മെച്യൂരിറ്റി ഡേറ്റ്. ഓൾറെഡി നിങ്ങൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ റിപ്പീറ്റേഷൻ ആണ്. ഡ്യൂ ഡേറ്റ് പ്ലസ് 3 days. ഓക്കെ, അതല്ല മക്കളെ പഠിച്ചത്. ഓക്കെ ഫൈൻ. ഞാനിപ്പോ ഈ ഫസ്റ്റ് മെത്തേഡിന്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചത്. ഞാൻ പഠിപ്പിച്ചത്. ഓക്കെ ആണ് എല്ലാവരും? മൂവ് ചെയ്യട്ടെ, മുമ്പോട്ടേക്ക് പോട്ടെ. എല്ലാവരും റെഡി? ഓക്കെ, നീ എല്ലാവരും ശ്രദ്ധിച്ചോ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 1 ഉം 2 നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, എല്ലാവരും റെഡി ആയിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ ഇലസ്ട്രേഷൻ 3 ഹോംവർക്ക് ആണ് മക്കളെ. ഞാനിപ്പോ പഠിപ്പിച്ച കാര്യം ബില്ലാണ് അവിടെ വരുന്നത്. ടേം എന്ന് പറയുന്നത് 3 months അല്ല ഉള്ളത്. ടേം എന്ന് പറയുമ്പോൾ 3 monthsന്റെ കൂടെ എപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഡേയ്സ് ഓഫ് ഗ്രേസ് ആഡ് ചെയ്യണം. ഇതൊക്കെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ മാർക്ക് പോകും. അത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് പറയാം. ശ്രദ്ധിച്ചില്ലെങ്കിൽ മാർക്ക് പോകും. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 4 റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അതായത് ഡേയ്സ് ഓഫ് ഗ്രേസ് ഉള്ളതാണ്. ഓക്കെ, ഇലസ്ട്രേഷൻ 4 നമ്മൾ എന്ത് ചെയ്യണം? ഡേയ്സ് ഓഫ് ഗ്രേസ് എടുത്തിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ ഇവിടെ ഞാൻ ഒരു കൺസെപ്റ്റ് മെയിൻ ആയിട്ട് ഒന്ന് പറഞ്ഞാൽ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ വിട്ടുപോകുന്ന കാര്യങ്ങളായിരിക്കും. വലിയ കൺഫ്യൂഷൻ വരുന്ന ഏരിയ ആയിരിക്കും. ശ്രദ്ധിക്കല്ലോ. മക്കളെ പെട്ടെന്ന് നിങ്ങൾ പറയണേ.
ഓക്കെ, ട്രാൻസാക്ഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 1st ഓഗസ്റ്റ് 28th ഓഗസ്റ്റ് 1st ഓഗസ്റ്റ് 28th ഓഗസ്റ്റ് 2 month ആണ് ഇത് ഈ ബില്ലിന്റെ പീരീഡ്. ഓക്കെ, ഈ ബില്ലിന്റെ പീരീഡ് എത്രയാ? 2 months. രണ്ടാമത്തെ ബില്ലിന്റെ പീരീഡ് എത്രയാ? 1 month. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ശ്രദ്ധിക്കുക എല്ലാവരും ശ്രദ്ധിക്കും. ഓക്കെ സർ, ഇവിടെ ഡ്യൂ ഡേറ്റ് ഏതാ എടുക്കേണ്ടത്? നിങ്ങൾ വേഗം പോയിട്ട് എന്താ ചെയ്യാ? 1st ഓഗസ്റ്റ് എടുക്കും. 1st ഓഗസ്റ്റ് എടുക്കും. എടുക്കരുത്, തെറ്റാണ്. 1st ഓഗസ്റ്റ് എടുക്കും, തെറ്റാണ്. എപ്പോ എടുക്കുക? ശ്രദ്ധിക്കല്ല. 1st ഓഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ 1st, ഒക്ടോബർ 1st, ഒക്ടോബർ 4th, ഒക്ടോബർ. മക്കളെ ശ്രദ്ധിച്ചു. അടുത്തത് 28th ഓഗസ്റ്റ് ഉള്ളത്. 28th ഓഗസ്റ്റ് ഉള്ളത്. അടുത്തത് 1 month ആണ് പീരീഡ്. 28th ഓഗസ്റ്റിന് 1 month എന്ന് പറയുന്നത് സെപ്റ്റംബർ 28, ഓക്കെ, 29, 30, 1, 1st ഒക്ടോബർ. അതായത് 28 ഓഗസ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ട്രാൻസാക്ഷനാ. പക്ഷെ അതിന്റെ ഡ്യൂ ഡേറ്റ് ആണ് ഫസ്റ്റ്. മറ്റേ ഡ്യൂ ഡേറ്റോ പിന്നെയാണ്. സർ, ഏത് ഡ്യൂ ഡേറ്റ് എടുക്കണം? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്യൂ ഡേറ്റ് എടുക്കാം. 4 ഓഗസ്റ്റ് വേണമെങ്കിൽ 4 ഒക്ടോബർ വേണമെങ്കിൽ എടുക്കാം, 1st ഒക്ടോബർ വേണമെങ്കിൽ എടുക്കാം. ഏതാ ബെറ്റർ? 1st ഒക്ടോബർ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. പക്ഷെ ഏതാ ബെറ്റർ? 1st ഒക്ടോബർ. ഇത് ശ്രദ്ധിക്കണം. ഇപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കണം. ട്രാൻസാക്ഷൻ ഡേറ്റ് അല്ല എടുക്കേണ്ടത്, ഡ്യൂ ഡേറ്റ് ആണ് എടുക്കേണ്ടത്. ബേസ് ഡേറ്റ് ആയിട്ട്. ബേസ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ഡേറ്റ് ആണ്. ഓക്കെ ആണ് എല്ലാവരും? മക്കളെ, ഇതെല്ലാം സിമ്പിൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എക്സാമിന് വരും. സിമ്പിൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് മാത്രം. ഓക്കെ, അവിടെ ഞാൻ പഠിപ്പിക്കുന്നത്, അല്ലാണ്ട് വെറുതെ വേറൊന്നിനുമല്ല. നിങ്ങൾക്ക് എന്താ ക്വസ്റ്റ്യൻ നമ്പർ 4 വരെയുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മക്കളെ, അതായത് നിങ്ങൾ ചെയ്ത് തീർത്താൽ മതി. ഓക്കെ, പിന്നെ ഓക്കെ, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നമ്പർ 2 അത് ഹോംവർക്ക് ആണ് മക്കളെ. പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നമ്പർ 2 അത് ഹോംവർക്ക് ആണ്. ഞാൻ അപ്പൊ ഹോംവർക്ക് എന്ന് പറയുന്നത് അതൊന്ന് അന്നന്ന് ചെയ്ത് വെക്കാനാണ്. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഡ്യൂ ഡേറ്റ് എടുക്കുക. ഡ്യൂ ഡേറ്റ് എടുത്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ബേസ് ഡേറ്റ് എടുക്കുന്നത്. ഡ്യൂ ഡേറ്റ് ഏത് ഡേറ്റ് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതിന് അടുത്ത 3 മെത്തേഡ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ബേസ് ഓക്കെയാണ്. ഞാൻ പറയുന്നത് വെച്ചാൽ എനിക്ക് ഏകദേശം മാക്സിമം 1 മണിക്കൂറാണ് വേണ്ടത്. ഓക്കെ, ഞാൻ ഇപ്പൊ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. കുറെ ആളെന്തല്ലോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. കുറച്ചാൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. 1 മണിക്കൂർ എനിക്ക് വേണ്ടത്. നാളെ നിങ്ങളെ ഷെഡ്യൂൾ ഒന്ന് പറഞ്ഞിട്ട് മക്കളെ.